ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് മരണത്തിൻ്റെതായ അവസ്ഥകളിൽ നിന്ന് കുറേ മാസങ്ങൾ കോമായിൽ കിടന്നിട്ട് എഴുന്നേറ്റ് വന്നതായ ഒരു കർത്താവിൻ്റെ ദാസനാണ്. കർത്താവ് ഇന്ന് കർത്താവിൻ്റെ വേലയിലാക്കിയിരിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റുമണി അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ ടെസ്റ്റുമണിയിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളുടെ സന്നിധാനത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു പ്രിയ കർത്താവിൻ്റെ ദാസന് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിടുതലിൻ്റെ അനുഭവം ഷെയർ ചെയ്യുവാൻ കർത്താവേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിനുള്ളിൽ അല്പസമയമായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ട് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നെറ്റ്വർക്കിനെയും എല്ലാത്തിനെയും കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ കുടുംബമായിട്ടാണല്ലോ ആയിരിക്കുന്ന സ്ഥലത്ത്? അതെ അതെ. ഓക്കെ. കർത്താവിൻ്റെ ദാസനെ ടെസ്റ്റ് മണി ഷെയർ ചെയ്യാനുള്ള സമയമാണ്. ടെസ്റ്റ് മണി ഷെയർ ചെയ്താട്ട്. ഓക്കെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സർവശക്തനാകുന്ന ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. കർത്താവായ യേശു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തൻ തെളിവാണ് ഞാൻ. നിങ്ങൾ എന്റെ സാക്ഷ്യം കേൾക്കാൻ കാതോർത്തിരിക്കുമ്പോൾ ഇരിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല, പ്രാർത്ഥനയോടെ ആയിരിക്കണം. കാരണം എനിക്ക് സംസാരശേഷി ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോയതാണ് എന്റെ സംസാരശേഷി. മാസങ്ങളോളം വെന്റിലേറ്ററിലും CCയിലും ICUവിലും കിടന്നു. ശേഷം ഡിസ്ചാർജ് ആകുമ്പോൾ അത് എന്റെ മാതാപിതാക്കളിൽ ഒപ്പിട്ട് വാങ്ങിച്ച് കട്ട് ചെയ്ത് കളയാണ്. ചികിത്സിച്ചാൽ പോലും എന്തില്ല, സംസാരശേഷി എനിക്ക് കിട്ടുകയില്ല, സംസാരിക്കാൻ സാധ്യമല്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം, തെളിവാണ് ഞാൻ. കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നു, തെളിവാണ് ഞാൻ. എന്റെ യേശു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തൻ, തെളിവാണ് ഞാൻ. ഈ ലോകത്തിൽ ആരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയില്ല, കാരണം എന്റെ ശരീരം ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. വചനം പറയുന്നു, ദൈവം ലോകത്തിൽ ജ്ഞാനികളെ രചിപ്പിക്കുവാൻ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇരുന്നില്ല ബലമുള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ബലഹീനമായതിനെ, ആർക്കും വേണ്ടാത്തതിനെ, ഒന്നിനും കൊള്ളാത്തതിനെ, ലോകം തള്ളിക്കളഞ്ഞതിനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, തെളിവാണ് ഞാൻ. വേദപുസ്തകം സത്യം മാത്രം സംസാരിക്കുന്നു. വചനം പറയുന്നുണ്ട്, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടിരുന്നു, വിളിച്ച് വേർതിരിച്ച് ഒരു വേലയും ഏൽപ്പിച്ചിരുന്നു. നാം മനസ്സിലാക്കേണ്ട സത്യമുണ്ട്. സർവശക്തനാകുന്ന ദൈവം നമ്മുടെ മാതാപിതാക്കൾ ജനിക്കുന്നതിന് മുൻപേ എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വിളിച്ചൊരു വേല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം കാണുമ്പോൾ കൂടെ പിശാചിനും കണ്ടിരിക്കുകയാണ്. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് കരുതി വായു പിളർന്നിരിക്കുകയാണ്. അലറുന്ന സിംഹം എന്ന പോലെയാ എങ്ങനെ എനിക്കെതിരായി വരുന്ന ആയുധമായി ദൈവം ഇറക്കിയിരിക്കുന്ന, ശുശ്രൂഷകൾ നൽകിയിരിക്കുന്ന ആരൊക്കെ ജനിക്കുന്നുവോ അവരെ തകർക്കുവാൻ അവൻ എല്ലാ പദ്ധതികളും പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, മോശ ജനിച്ചു, ദൈവത്തിന്റെ ഉദ്ദേശത്തോട് വാഗ്ദാനപ്രകാരം ജനിച്ചവനാണ്. അത് പിശാചിനും അറിയാമായിരുന്നു. ജനിച്ചപ്പോഴേ അവനെ ഇല്ലാതെയാക്കണം. ഞാൻ ജനിച്ചു, എന്റെ ഒരു ക്രിസ്തീയ സാമുദായിക കുടുംബത്തിൽ, വർഷങ്ങൾ കാത്തിരുന്ന ഒരു കുടുംബത്തിൽ മകനായി ഞാൻ ജനിച്ചു. എന്റെ പിതാവിന്റെ കുടുംബത്തിലെ മൂത്തതാണ് പിതാവ്, മാതാവിന്റെ കുടുംബത്തിലെ മൂത്തതാണ് മാതാവ്. കുടുംബങ്ങളിലെ ഏറ്റവും കാത്തിരുന്ന ഒരു മകനാണ് ഞാൻ ജനിച്ചു. അന്ന് എന്റെ മമ്മി ലക്നൗ ഒരു ഹോസ്പിറ്റൽ നഴ്സായിട്ട് പഠിച്ചു. ട്രെയിനിങ്, ജോലി കിട്ടാൻ വേണ്ടി ട്രെയിനിങ് സമയത്താണ് നാട്ടിൽ വന്ന് ഡെലിവറി കഴിഞ്ഞു. 3 മാസത്തെ ഡെലിവറി തിരിച്ചു പോകണം. അങ്ങനെ 3 മാസമായപ്പോൾ എനിക്കൊരു പനി പിടിപെട്ടു. 3 മാസമായ കുഞ്ഞിനെ പനി പിടിപെട്ടു. അങ്ങനെ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് 3 മാസം കൊണ്ട് ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. 6 മാസമായപ്പോഴേക്കും എനിക്ക് രോഗമെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പനി മാറുന്നില്ല. ജനിച്ച സ്ഥലം മാവേലിക്കരയാണ്. മാവേലിക്കര തഴക്കര വഴിവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചത്. മാവേലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്നും 1 കിലോമീറ്റർ സമീപമാണ് ജനിച്ചത്. അങ്ങനെ ആ ഹോസ്പിറ്റലൊക്കെ തള്ളുന്ന അവസ്ഥ എത്തിയപ്പോൾ നമ്മൾ ലക്നൌവിലെ HIL ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റൽ, എല്ലാ ഫെസിലിറ്റീസും ഉള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്ന് 43 വർഷം മുമ്പാണ്. അങ്ങനെ എന്നെ എന്റെ മാതാക്കൾ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ 3 മാസത്തോളം ചികിത്സ. രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, രോഗം ശമിക്കുന്നതില്ല. ഡോക്ടർമാർ മാതാപിതാക്കളെ ഉപദേശിച്ചു,
നിങ്ങൾക്ക് കുഞ്ഞിന്റെ ശവം നാട്ടിൽ കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ റിസർവ് ചെയ്ത് കൊണ്ടുപോയിക്കൊള്ളുക. കാരണം മരിച്ചാൽ അന്നത്തെ കാലമല്ലേ, 43 വർഷം മുമ്പാണ്. കാലം എന്താണ്, വളരെ ബുദ്ധിമുട്ടുണ്ട്. ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുവരാൻ വളരെ എക്സ്പെൻസീവ് ആണ്. അങ്ങനെ എന്റെ പിതാവ് റിസർവേഷൻ ചെയ്യാനായിട്ട് ഇറങ്ങിപ്പോകാൻ നേരം അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ച ഒരു പാസ്റ്റർ, എന്റെ വീട്ടിലൊക്കെ പാസ്റ്റർ ഇഷ്ടമല്ല പറഞ്ഞല്ലോ, സാമുദായിക ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ. അങ്ങനെ എന്ത് ചെയ്തു, പാസ്റ്റർ വന്നു, പിന്നെ ദൈവത്തിന്റെ വിളിയുണ്ട്, പ്രാർത്ഥിക്കാം, ദൈവം സൗഖ്യമാക്കുന്നു വന്നു. ഓക്കെ, എന്റെ അപ്പനൊക്കെ സംബന്ധിച്ചാണ് ദൈവത്തിന്റെ വിളിയുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥിച്ച് സൗഖ്യമായാൽ മതിയല്ലോ. അങ്ങനെ എന്നെ ആ പാസ്റ്റർ കയ്യിൽ കൊടുത്തു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയുന്നത് ദൈവ വേലയ്ക്ക് സമർപ്പിക്കണം, ദൈവ ശക്തി ഉപയോഗിക്കാൻ വേണ്ടിയുള്ളവനാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഓക്കെ, എന്റെ അപ്പനെ സംബന്ധിച്ച് ദൈവവേലയ്ക്ക് സമർപ്പിച്ചു. ദൈവവേലയ്ക്ക് എനിക്ക് ദൈവവേല എന്നറിയാത്ത സമുദായ കുടുംബമാണ്, സമർപ്പിച്ചു. അത്യത്ഭുതം എന്ന് പറയട്ടെ, റിസർവേഷൻ എടുത്തു വന്നെങ്കിലും റിസർവേഷൻ ഡേറ്റ് ആയപ്പോഴേക്കും ഞാൻ പരിപൂർണ സൗഖ്യമായി. എന്റെ മാതാപിതാക്കൾ വർഷങ്ങൾ കാത്തിരുന്നിട്ട് മകനാണ്. പിന്നെ അവരുടെ മാതാപിതാക്കളുടെ കുടുംബക്കാരിലൊക്കെ നിർബന്ധം കൊണ്ട് ജോലി വേണ്ട എന്ന് വെച്ച്, കേന്ദ്ര സർക്കാർ ജോലികളൊക്കെ വേണ്ട എന്ന് വെച്ച് നാട്ടിലേക്ക് പോരുന്നു. ഇന്നത്തെ കാലമല്ലേ. അങ്ങനെ എന്നെ നാട്ടിൽ കൊണ്ടുവന്ന് ലാളിച്ചും ഓമനിച്ചും സ്നേഹത്തോടെ വളർത്തി. ഓർക്കണം, എന്നെ ദൈവവേലയ്ക്ക് സമർപ്പിച്ചതാണ്. അവരൊന്നും ചെയ്തില്ല. ഞാൻ യാക്കോബായ ഓർത്തഡോക്സുകാരാണ്, പള്ളി കൊണ്ടുകൊടുത്തു, അച്ഛനെ കൊണ്ടുകൊടുത്തു, എന്നെ അച്ചപ്പട്ടത്തിന് നേർന്നു. ദൈവവേലയ്ക്ക് സമർപ്പിച്ചല്ലേ. അങ്ങനെ ഞാൻ വളർന്നു. ഞാൻ അധികം സ്നേഹിച്ച് ലാളിച്ച് ഓമനിച്ചൊക്കെ വളർത്തി. പക്ഷെ എന്റെ വളർച്ചയിൽ പിശാച് എവിടെയും എന്നെ കൊടുക്കുവാൻ കാത്തിരിക്കുകയാണ്. ഞാൻ വളരെ മോശമായ സ്വഭാവത്തിലേക്കും കൂട്ടുകെട്ടിലേക്കും മാറി തുടങ്ങി. 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം പാക്കറ്റിലെ ലഹരി സാധനങ്ങൾ, പുകയില പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. 8ാം ക്ലാസ് ആയപ്പോഴേ വളരെ തെറ്റപ്പോൾ എന്നെ അച്ചപ്പെടുന്ന മറ്റൊരു സ്വഭാവത്തിലേക്ക് 10ാം ക്ലാസ് ആയപ്പോഴേക്കും മാറിയപ്പോൾ എന്നെ മത്മഹായിൽ ദുബുക്ക് വിഷൻ ശുശ്രൂഷനായിട്ട് കയറ്റി. കാരണം കുറച്ചാളൊക്കെ പിന്നെ കപ്പ്യാനായിട്ടെങ്കിലും വിടാമല്ലോ, ദൈവവേലക്കല്ല, അച്ചപ്പെടുന്നില്ല, കപ്പ്യാനെങ്കിലും ആക്കാം. അതിനെന്ത് ചെയ്തു, 10ാം ക്ലാസ് ആയപ്പോഴും എന്നെ മത്മഹായിൽ കുപ്പായം ഇട്ട് കയറ്റി, കൈവപ്പക്കത്തൊന്ന് കയറ്റി. പക്ഷേ 10ാം ക്ലാസ് തൊട്ട് ഞാൻ മദ്യപാനമൊക്കെ അർപ്പിച്ചു വന്ന് അങ്ങനെ വളരെ തെറ്റായ സ്വഭാവത്തിലേക്കൊക്കെ മാറി തുടങ്ങി. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും പാർട്ടിയും പ്രശ്നവും, നല്ലവണ്ണം പഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു, പാർട്ടിയും പ്രശ്നവും ഒക്കെ ആയിട്ട് മാറി. അങ്ങനെ പ്രീ ഡിഗ്രിയിൽ ഒരു വിഷയം പരാജയപ്പെട്ടു. ശേഷം എന്നെ കൂട്ടുകാരും പ്രശ്നങ്ങളും ബഹളങ്ങളൊക്കെ ആയിട്ട് മാത്രം മാറി. അങ്ങനെ എന്റെ ആഗ്രഹപ്രകാരം ഞാൻ ITI പോയി, ചെങ്ങന്നൂർ ഗവൺമെന്റ് ITI പോയി പഠിക്കാൻ തുടങ്ങി. അവിടെയും പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിന്നു. എല്ലാ നിന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയി. ഇലക്ഷൻ തന്ന് ചില പ്രശ്നങ്ങൾ അടിപിടിയൊക്കെ ഉണ്ടാക്കി. കാരണം പത്രത്തിൽ ഫോട്ടോ വന്നേ, പാർട്ടി നിൽക്കല്ലേ, നേതാവാകണമെങ്കിൽ പത്രത്തിൽ ഫോട്ടോ ഒക്കെ വന്നാലോ, അതിനുവേണ്ടി എല്ലാ തെറ്റുകളും ചെയ്തു. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ITI അതിനെ പറഞ്ഞു വിട്ടു. അങ്ങനെ വീട്ടുകാർ നാട്ടുകാരും പള്ളിയിലെ മദ്ബയെ പോലും കയറ്റാത്ത അവസ്ഥയിലെത്തി. കാരണം സ്വഭാവമൊക്കെയാണ്. അങ്ങനെ എന്നെ എല്ലാ പള്ളികളിലും സമീപത്തുള്ള അമ്പലങ്ങളിലും എല്ലാ നേർച്ച കാഴ്ചകൾ നടത്തി ഉപദേശിച്ചു. എല്ലാ കൗൺസിലിംഗും ചെയ്ത് എന്നെ നല്ല സ്വഭാവത്തിലാക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് എന്നെ നാട്ടിൽ നിന്ന് മാറ്റി ഹോസ്റ്റലിൽ നിർത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ സമീപകാലത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ജോലി കിട്ടിയത്. അവരാഗ്രഹം കൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് വിട്ടു. അന്ന് 1 year ഡിപ്ലോമ ആയിരുന്നു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ വീട്ടുകാരെ സംബന്ധിച്ച് ഞാനങ്ങ് പോയി പഠിച്ചു. പക്ഷെ പഠിക്കുന്ന സമയത്തേക്കും ഞാൻ ലഹരി പദാർത്ഥങ്ങളെ തിരിയുകയും പ്രശ്നങ്ങൾ പോലീസും കേസും വിഷയമൊക്കെ ആവുകയും അങ്ങനെ പോലീസുകാരുടെ സഹായത്തോടുകൂടി മറ്റുള്ള ടീമുകളുമായി ബന്ധപ്പെടുകയും അവരാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. കാരണം 18 വയസ്സായപ്പോഴേക്കും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതെന്ന് വേറെ ലോറിയിൽ വിട്ട് കൈതെളിയിച്ചു. കാരണം ഞാൻ വണ്ടി പിടിച്ച നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്യാനൊക്കെയാണ് ടീമിന്റെ എന്നെ കൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ എല്ലാ നിലയിലും ലോകത്തിനും നാടിനും വീട്ടുകാർക്കും എല്ലാം വേണ്ടാത്തവനായി മാറി. എല്ലാം വലിയ അഹങ്കാരിയായിട്ട് മാറി. അടിപിടികളൊക്കെ എനിക്ക് ഭയങ്കര ലഹരിയായിരുന്നു. കാരണം ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ കരാട്ടങ്ങളൊക്കെ പഠിച്ചു വളർന്നതുകൊണ്ട് ആരോഗ്യമുള്ളതുകൊണ്ട് എല്ലാ തെറ്റും ഞാൻ രാജാവിനെ പോലെ വാങ്ങും. കൂടെ നിൽക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെയാ. തെറ്റ് ചെയ്യുവാൻ ഇന്നും അന്നും കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഒരു നന്മ ചെയ്യാൻ പോയാൽ എതിർക്കുവാൻ ആൾക്കാർ കൂടുതലായിരിക്കും. പിശാചിന്റെ പ്രാർത്ഥന എന്തിനു പോയാലും ലോകം മുഴുവൻ കൂടെ നിൽക്കും. ദൈവ പ്രാർത്ഥനയാൽ എന്തിനിറങ്ങിയാലും ലോകം നമ്മളെ തള്ളിക്കളയും. അങ്ങനെ എന്റെ കൂടെ ലോകം മുഴുവൻ ഉണ്ട്. എല്ലാ പോലീസോ സർക്കാരോ എല്ലാം നാട്ടുകാരും കൊണ്ട് വീട്ടുകാർക്ക് മാത്രം കരച്ചിലും പ്രശ്നം മാത്രം. അങ്ങനെ വീണ്ടും എന്നെ കോട്ടയിലും ധ്യാന കേന്ദ്രങ്ങളിലും പള്ളികളിലും അമ്പലങ്ങളിലും കൊണ്ടുപോയി നേർച്ചനേർന്നിട്ട് എന്നെ നന്നാക്കാനായിട്ട് എന്നെ എറണാകുളത്തേക്ക് എന്റെ ആഗ്രഹപ്രകാരം ഹോട്ടൽ മാനേജ്മെന്റ് വിട്ടു. ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ടു കൊടുത്ത് എനിക്ക് വേണ്ട, കോഴ്സ് പഠിക്കാൻ താല്പര്യമൊന്നും ആഗ്രഹമില്ല. അങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റ് പോയി എറണാകുളത്തേക്ക് പോയി. അവിടെയും പിശാച് എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഹോട്ടലിൽ നിന്ന് അവസരം തുടങ്ങി. അവിടെ നിന്നും സുഹൃത്തുക്കൾ എനിക്ക് ഇഷ്ടം പോലെ, അന്നത്തെ കാലത്ത് എറണാകുളത്തെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ കിട്ടി. കോളേജിനകത്തും പുറമേയായിരുന്നു സുഹൃത്തുക്കൾ എനിക്ക്. അങ്ങനെ പുറമെ പോയി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ടു. ഒരു അടിപിടി കേസിൽ ഞാൻ അറിയാതെ പ്രതിയായി പോയി. കാരണം പെട്ടുപോയി. അന്നത്തെ അഹങ്കാരത്തിൽ ആരെന്ത് ചോദിച്ചാലും
നമ്മള് വൈകിട്ടേ മറുപടി പറയത്തുള്ളൂ. അങ്ങനെ പക്ഷെ എനിക്കൊക്കെ സൂര്യ വേറെ വലിയ ടീമും വലിയ നേതാവും ഒക്കെ ആയിരുന്നു തല്ലുവിൻ്റെ അത് കൊണ്ടുവന്ന് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ എന്നെ സുഹൃത്തുക്കൾ വേറൊരു ടീമുമായിട്ട് ബന്ധിപ്പിച്ചു. അടിപിടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ടീമൊക്കെയാണ്. അവരെന്നെ ദത്തെടുത്തു. കാരണം എന്താ, എനിക്കത് നല്ല ആരോഗ്യമുണ്ട്, എന്തിനും തയ്യാറാണ് നമ്മൾ. അങ്ങനെ സകല സുഖ സൗകര്യങ്ങളും 20-ാമത്തെ വയസ്സിൽ എന്നെ ഒരു കൂട്ടുകെട്ട് ടീം എന്നെ ദത്തെടുത്തു. എല്ലാ സൗകര്യങ്ങളും തന്നു, സമൃദ്ധി സമ്പത്ത് എല്ലാം തന്നു. അങ്ങനെ ഞാൻ അഹങ്കാരിയായി ജീവിച്ചു. 5 വർഷക്കാലം അവർ പഠനമൊക്കെ ചെയ്തു. ഞാൻ എല്ലാ തെറ്റുകളും ചെയ്ത് ജീവിച്ചു. ശത്രു തകർക്കുവാൻ എല്ലാ കെണികളും ഒരുക്കിക്കൊണ്ടേയിരിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ നാം അങ്ങോട്ട് ചെല്ലത്തില്ല. ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നെ ഇഷ്ടംപോലെ പാസ്റ്റർമാരും വഴി വെച്ച് കാണുമ്പോഴും ചിലപ്പം ഒരു ഇതിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് പെന്തക്കോസ്ത് ഇഷ്ടമേ അല്ല. ഞാൻ വെച്ച തെരുവരെയും പാസ്റ്റർ, എനിക്ക് ലോകത്ത് ഇഷ്ടമല്ലാത്ത പാസ്റ്റർമാരെയാ. ഞാൻ ആ സമയത്ത് ശബരിമല പോയി എന്റെ കൂട്ടുകാരുടെ കൊടുത്തി വളരെ സന്തോഷത്തോടെ അടിച്ചു ചാടി മദ്യവെച്ച് ലൈനൊക്കെ വെച്ച് പോയി വന്നു. ഒരു കുഴപ്പമില്ല. ഗുരുവായൂർ എല്ലാ അമ്പലങ്ങളും പോയിട്ടുണ്ട്, പവനകാട് എല്ലാ പള്ളികളിലും പോയിട്ടുണ്ട്. പക്ഷെ പെന്തക്കോസ്തിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഇവരെ കാണുമ്പോൾ ഒരു കലിയാ. വരും ഒരു തുണ്ട് പേപ്പറുമായിട്ട് ദൈവം വിളിക്കുക, ദൈവം നീ പൊക്കോ, നിന്നെ വിളിക്ക്, നീ കൂടെ പോ. എനിക്ക് ഇഷ്ടമല്ല പെന്തക്കോസ്ത് പാസ്റ്റർമാരെ, ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ അഹങ്കാരിയായി മാത്രം ജീവിച്ചു, എല്ലാ തെറ്റുകളും ചെയ്ത് ജീവിച്ചു. ദൈവം നമ്മളെ മുട്ടിക്കൊണ്ടേയിരുന്നു, വാതിൽക്കൽ മുട്ടിക്കൊണ്ടേ. നീ തുറന്നാൽ ഞാൻ നിന്നോടും നീ എന്നുള്ള പന്തിയിലിരിക്കുമെന്ന്. എനിക്ക് ആ പന്തി വേണ്ട, ഇപ്പത്തെ പന്തി മതി. ദൈവത്തിന്റെ സ്ഥാനം വേണ്ട, ദൈവത്തിന്റെ ബന്ധവും വേണ്ട. ഇതൊക്കെ ഞാൻ കുറെ കണ്ടാ. ഞാൻ മദ്വാല കയറില്ല, നീ പോ ഫാസ്റ്റർ, ഞാൻ മദ്വാല കയറാന്നൊക്കെ പറഞ്ഞാൽ അഹങ്കരിക്കുമായിരുന്നു. നിന്നെക്കാട്ട് വേണ്ട, നീ കൈയും കൊട്ടി പാടി കാശിലെ കളക്കാരെ ചോദിച്ച് കളയാക്കി. പക്ഷേ ദൈവം എന്നെ കൈവിട്ടില്ല. 2006 ജനുവരി 11 ഒരു ചെറിയ സംഭവം ഉണ്ടായി. 2006 ജനുവരി 12 പത്രങ്ങളിൽ വാർത്ത വന്നു. വാർത്തയതാ, ഒരു അജ്ഞാത ശവം തൃശൂർ മുളംകുന്നത്തുകാവ് ലെവൽ ക്രോസിന് സമീപം വഴിയരിയിൽ കിടന്ന് മീൻ കച്ചവടക്കാർ കിട്ടി. ഇതുവരെ ആരും തിരിച്ചറിഞ്ഞില്ല. മൃതശരീരം തൃശൂർ മെഡിക്കൽ കോളേജ് സൂക്ഷിക്കുന്നു. മനോരമ പത്രത്തില് അതീവ ഗുരുതരാവസ്ഥയിൽ, സായന പത്രത്തിൽ മൃതശരീരം. അങ്ങനെ എന്റെ ആയിരുന്നു ആ ശരീരം. ഓർത്തു നോക്കി, എന്റെ ശരീരം തല 2 പീസായി. ഇപ്പോഴും പാടുമാറിന്റെ പണി മുറിഞ്ഞു പോയേക്കുകയാണ്. തല മുഴുവൻ 7 പാടുകൾ, ദേഹം മുഴുവൻ പാടുകൾ. എന്റെ കൈ കണ്ടില്ലേ, വർക്ക് ചെയ്യുന്നതില്ല. ബൈക്ക് ഓടിക്കുന്നതാണ്, പക്ഷെ വർക്ക് ചെയ്യുന്നതല്ല, മുറിഞ്ഞു പോയതാ. കാരണം ശവമായിരുന്നപ്പോൾ എന്ത് ചെയ്തു, കുത്തിക്കെട്ടിട്ടിരുന്നു. 19 മണിക്കൂർ ഞാൻ വീട്ടിൽ വന്ന് എടുക്കുന്നത്. പോലീസുകാർ എന്റെ സിം കാർഡ് കണ്ട് അഡ്രസ് കണ്ടുപിടിച്ച് വീട്ടിലറിയിച്ചു. വീട്ടിൽ വന്നു. കഴിയുന്ന ഓട്ടോക്കാരനൊക്കെ വീട്ടിൽ കൊണ്ട് കാണിച്ചു. വീട്ടിൽ എന്റെ അമ്മയും എന്റെ അപ്പനും എന്റെ അമ്മയും എന്റെ പെങ്ങളും കൂടെ, എന്റെ മമ്മി നേഴ്സായിട്ട് പെൻഷൻ പറ്റിയതാ. എന്റെ അപ്പനും അമ്മയും എന്റെ പെങ്ങളൊക്കെ അങ്ങനെ തൃശ്ശൂർ വന്നു. എന്റെ അപ്പനും 1.5 മണിക്കൂർ കരഞ്ഞ് കാലു പിടിച്ചത്. നമുക്കൊരു സംശയം, ബൈ ചാൻസ് ജീവൻ ഉണ്ടെങ്കിലോ. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടു. ഈ ശവം പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടു. അറിയാവുന്ന ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചു. അമ്മീനേശ്വരൊക്കെ ഡോക്ടർമാരെ പരിചയമൊക്കെ വിളിച്ചു. എല്ലാ നിലയിലും വളരെ ബുദ്ധിമുട്ടി. 1.5 മണിക്കൂർ എടുത്തു. ഒരു സജഷൻ വെച്ചു. അടുത്ത് അശ്വിനി എന്ന മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ ആംബുലൻസ് എടുത്ത് വെന്റിലേറ്റർ കൊണ്ടുവന്ന് കണക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറഞ്ഞു. കാരണം വേറെ വഴിയിൽ വേറെ ബഹളവും കരച്ചിലും അത്യാവശ്യം ഡോക്ടർമാരെ വിളിപ്പിച്ചപ്പോൾ അവർ സമ്മതിച്ചു. ആംബുലൻസ് എടുത്ത് വെന്റിലേറ്റർ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊള്ളുവാൻ. അങ്ങനെ സംഭവിച്ചു. എന്റെ വീട്ടുകാർ അന്ന് എന്റെ അമ്മയിപ്പോഴും കാര്യം ഉണ്ടായിരുന്ന എന്റെ പെങ്ങളും എന്റെ പെങ്ങളും ഉണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ ഊരി വിറ്റ് അവിടുത്തെ രാത്രി ചായക്കട കൊടുത്താണല്ലോ, മെഡിക്കൽ കോളേജല്ലേ. ഇവിടെയും ആൾക്കാരെ പറ്റിക്കുവാൻ ആൾക്കാർ എല്ലാ ടീമുകളും ഉണ്ട്. കാരണം മെഡിക്കൽ കോളേജിന്റെ സമയത്തുള്ള ചായക്കട പോലും സ്വർണ്ണപ്പണയമാണ്, അത്രയും ചുരുങ്ങിയ വിലക്ക് കിട്ടും. അങ്ങനെ എല്ലാ ഊരി വിറ്റ് ആംബുലൻസ് വെന്റിലേറ്റർ കണക്ട് ചെയ്ത് തൃശ്ശൂരിൽ നിന്നും എറണാകുളം വഴി കോട്ടയം വരെ പല ആശുപത്രിയിലും കയറി. എടുത്തില്ല. കാരണം എന്റെ ശരീരത്തിൽ 107 മുറിവുകളായി. ഇടത്തെ സൈഡ് മുഴുവനും മുറിഞ്ഞേക്കുന്നു. കാരണം വെട്ടിയറിയതാകുമെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ കൈ മുറിഞ്ഞ് തൂങ്ങി കിടക്കുകയാണ്, കാല് മുറിഞ്ഞ് തൂങ്ങി കിടക്കുകയാണ്, തല 2 പീസ് പോലെ ആയിരിക്കുകയാണ്. കണ്ണ് ഇവിടെ കണ്ണിന്റെ പുറത്തെ പാണി മുഴുവൻ മുറിഞ്ഞു പോയതാ. കണ്ണിന്റെ പുറത്തെ പാണി ഞാൻ മുറിഞ്ഞു പോയേക്കാം. പല്ലുകളൊന്നും ഇല്ല. എന്ത് ചെയ്യണം? ഏതെങ്കിലും ഹോസ്പിറ്റൽ എടുക്കുമോ? കാരണം ചികിത്സിക്കണമെങ്കിൽ നർസാൻമെൻസ് വേണം. എന്റെ നാഡിഞരമ്പുകൾ വർക്കിംഗ് അല്ല, പ്രവർത്തനരഹിതമാണ്. അവസാനം കോട്ടയം തെള്ളകം മാതാ ഹോസ്പിറ്റൽ, അന്വേഷിച്ച് അറിയാം, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാ. കോട്ടയത്താണ്. തൃശ്ശൂരിൽ നിന്നും എറണാകുളം വഴി കോട്ടയം വരെ എടുത്തില്ല. അവസാനം കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അമ്മയ്ക്ക് പരിചയമില്ലാത്ത ഒരു സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ചെയ്യും, മാതായി കൊണ്ടുവന്നത് ചിലപ്പോൾ എടുക്കും. അങ്ങനെ കോട്ടയം തെള്ളകം മാതാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവർ കരഞ്ഞ് കാല് പിടിച്ച്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അല്ലേ, അവരെന്നെ എടുത്തു, വെന്റിലേറ്ററിലേക്ക് മാറ്റി. 4 മാസത്തോളം പിന്നെ വെന്റിലേറ്ററിലും CCU ആയിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ
എല്ലാം മാറ്റിയെങ്കിലും എനിക്ക് ബോധം വന്നില്ല. വീട്ടിൽ വീണ്ടും കിടന്നു 4 മാസത്തോളം. 8 മാസമായപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. എന്റെ ശവം എടുക്കാൻ വീട്ടുകാർ പോയപ്പോൾ നാട്ടുകാർ എന്ത് ചെയ്തു? കറുത്തവളിയെ കെട്ടി കോമയിലായിരുന്നോ പാസ്റ്റർ? അന്നേരം കോമയിലായിരുന്നോ? ബോധാവസ്ഥ ഒന്നും അറിയില്ല. എനിക്ക് ബോധം വന്ന് 8 മാസം 4 മാസം കഴിഞ്ഞിട്ട് ബോധം വന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഓർമ്മ വന്നിട്ടില്ല. എനിക്ക് ശരിക്കും വന്നത് എനിക്ക് ടീച്ചർ വരെ 8 മാസമായപ്പോഴാണ്. 4 മാസമായപ്പോഴേക്കും എനിക്ക് ബോധം വന്നു. എന്റെ വലത്ത് കണ്ണ് തുറന്ന് വളർത്തുകയാണെന്ന് പറയുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എന്നെ കൊണ്ടുപോയ യാത്ര ചെയ്ത് ഒന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് 8 മാസമായപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു തുടങ്ങുന്നത്. ഓർമ്മ വന്നു തുടങ്ങുമ്പോൾ എന്റെ വലത്ത് കൈ അനങ്ങും, വലത്ത് കണ്ണ് തുറക്കും, വേറെ ഒന്നും അനങ്ങില്ല, വലത്ത് കാലനങ്ങും. ഈ സൈഡ് പഴുപ്പൊഴുകുകയാണ്. കാരണം വ്യാഖ്യാനിക്കാനും വർണ്ണിക്കാനും ആവാത്ത വിധമുള്ള അവസ്ഥയുണ്ട്. കാരണം ഈ കൈ കവറിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. കിടക്കുകയാണ്, എഴുതുന്നത് കവർ തൂക്കിയിട്ടിരിക്കുകയാണ്. കാരണം കൈ ഇവിടെ മുറിഞ്ഞു പോയത്. കാരണം പാടുകൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. മുഴുവൻ പാടുകളാണ്. കൈ മുഴുവനും പാടുകളാണ്. മുറിഞ്ഞു പോയേക്കാണ്. 107 മുറിവുകൾ ദേഹം മുഴുവനും. എണ്ണം നമ്പറിൽ തെറ്റില്ല. തലയിൽ തന്നെയാണ് 7 മുറിവുകളുള്ളത്. അങ്ങനെ ബോധം വന്നു. വലത്ത് കൈ അനങ്ങും, വലത്ത് കണ്ണു തുറക്കും. സംസാരശേഷി പോയിട്ട് ഞാൻ ചുമല സൗണ്ട് പോലും കേൾക്കില്ല. പഴുപ്പൊഴുകുകയാണ്. ഞാൻ കാണുന്ന കാഴ്ച എന്നെ ഒത്തിരി ആൾക്കാർ കാണാൻ വരും. കാരണം ശവം എടുക്കാൻ വീട്ടുകാർ പോയതല്ലേ. പിന്നെ ബോധം വന്നില്ല. ബോധം വന്നതൊക്കെ പറഞ്ഞപ്പോഴേ ആൾക്കാർ കാണാൻ വന്നു. കരയും വരുന്ന പ്രത്യേകിച്ച് പ്രാർത്ഥന, അയ്യോ ഭഗവാനെ എന്തിനാ ഈ കുഞ്ഞിനെ ഇട്ടേക്കുന്നു. എനിക്ക് വളരെ വിഷമം തോന്നുന്നു. എനിക്ക് കേൾക്കാം, എനിക്ക് കാണാം, പക്ഷെ എനിക്ക് സംസാരശേഷിയില്ല. ഞാൻ ലോക്കോ മോട്ടോർ ഡിസേബിൾഡ് എന്നൊരു സർട്ടിഫിക്കറ്റ്, പ്രവർത്തിക്കുന്ന അവയവമില്ലാത്ത ഭ്രാന്തന്റെ സർട്ടിഫിക്കറ്റിലാണ് ഹോസ്പിറ്റലിൽ ഇട്ടേക്കുന്നത്. പക്ഷെ ബോധമില്ല, ഭ്രാന്തനാണ്, അവയവമൊന്നും പ്രവർത്തിക്കത്തുമില്ല. ആൾക്കാരൊക്കെ അറിയാം, അയ്യോ ഭഗവാനെ ഈ കുഞ്ഞിന് എന്തിനാ ഇട്ടേക്കുന്നത്, നീ കാണുന്നില്ലയോ തമ്പുരാനെ, കർത്താവേ, അല്ലാ, യേശുവേ, കൃഷ്ണ, എല്ലാ ജാതിക്കാരും വരും അവനിക്കരെ. എല്ലാവരും എന്നെ കണ്ട് കരയത്തുള്ളൂ, തമ്പുരാനെ എന്തിനു വേദനിപ്പിക്കുന്നു, ഈ കുഞ്ഞിനെ സ്നേഹപൂർവ്വം ചേർക്കരുതോ, ഇട്ടേക്കുന്ന കരച്ചു കേട്ടു. പക്ഷെ എനിക്കും ആഗ്രഹം ചാവണമെന്ന്. കാരണം വർണ്ണിക്കാനും വിവരിക്കാനും ആവാത്തതൊന്നും വേദന എന്റെ ശരീരം പൊട്ടിത്തകർന്ന. വീട്ടിൽ അമ്മയൊക്കെ ഒന്ന് പഴുപ്പൊക്കെ തുടയ്ക്കുമ്പോൾ എനിക്ക് ചത്താ മതി, അയ്യോ എന്റെ വേദന, എനിക്ക് തലയാണ് അകത്താവാൻ, പുറത്തല്ല അകത്താവാൻ, ശരീരം അനങ്ങാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? ട്രിപ്പിടുന്നു, നാരങ്ങാവെള്ളം കഞ്ഞിവെള്ളം കൊണ്ട് തരുന്നു. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് ചത്താ മതി, ചാവാൻ. എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ആത്മഹത്യ. ആരോഗ്യമില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഒരു വഴിയും ഗതിയും ഒന്നുമില്ല. അങ്ങനെ കിടക്കുകയാണ്. വീണ്ടും 2-3 മാസം ഇതിനെ എഴുന്നേപ്പിച്ചിരുത്തുവാനും പിടിച്ച് വീട്ടിനകത്ത് തന്നെ ബാത്റൂമിൽ പോകുവാനും പിടിച്ച് റോഡ് വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ തുടങ്ങി. എനിക്ക് സഹിക്കാൻ വയ്യ. പിടിക്കുമ്പോഴത്തേക്ക് എന്നെ കൊന്നാ മതി, എനിക്ക് ആരോഗ്യം ഉണ്ടാവരുതെന്ന് ചെയ്യാൻ പറ്റും. എനിക്ക് ഇവരെ പിടിക്കണമെന്ന് പറയാൻ സംസാരശേഷിയില്ല. ഈ കൈ മാത്രം വർക്ക് ചെയ്യും. കൈയൊക്കെ കൈയും വയ്യ. കാരണം എനിക്ക് വയ്യ, പിടിക്കുമ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ വയ്യ. ചാവാൻ വേണ്ടി ഞാൻ കരഞ്ഞു പറിച്ചു. അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും, അറിയാവുന്ന എല്ലാ വിശ്വാസങ്ങളും പ്രാർത്ഥിച്ചു. പക്ഷെ ചാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, തെറ്റായ ഒരു പ്രവർത്തനമായിരുന്നു 5 വർഷക്കാലം എറണാകുളത്ത്. എന്റെ പേരിൽ കേസിന്റെ വാറണ്ട് വന്നു. കാരണം എന്നെ തിരിച്ചറിയാതെ പിടിയിട്ടബിൾ കേസിന്റെ വാറണ്ട് ഇല്ല. എങ്ങനെ തിരിച്ചറിയാം? എത്ര വാർത്തയൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം വാറണ്ട് വന്നു. കൊലപാതക ശ്രമം കേസിന്റെ വാറണ്ട് വന്നിരിക്കുന്നു. അതും കോതമംഗലത്താ കേസ്. കോതമംഗലം കോടതിയിൽ നിന്നാണ് വന്നേക്കുന്നത്. എന്ത് ചെയ്യണം? നാട്ടുകാരൊക്കെ രഹസ്യമായിട്ട് ആളുകൾ വെട്ടിയത് വല്ല അങ്ങനെ ഓർമ്മ വല്ല ഉണ്ടോ? പാസ്റ്റിന് ഓർമ്മയുണ്ടോ എങ്ങനെയാ ഇത് സംഭവിച്ചത്? 107 വെട്ട് എങ്ങനെ കിട്ടി അറിയാമോ? ഒരു ഓർമ്മയില്ല എനിക്ക് ഈ സംഭവത്തെ കുറിച്ചോ. എനിക്ക് ബോധം വന്നതിന് ശേഷം ഇരുന്ന് എഴുതി കണക്കൂട്ട് നോക്കിയിട്ടുണ്ട്. എന്റെ ജനിച്ചപ്പോഴത്തെ എനിക്ക് ഓർമ്മ വന്ന, എന്റെ അക്ഷരം എഴുതിപ്പിച്ച കാര്യങ്ങൾ തൊട്ടുള്ള ഓർമ്മ എനിക്കുണ്ട്. പക്ഷെ ഈ സംഭവം സംഭവിച്ച സംഭവം അതിന് മുമ്പുള്ള ഒരു 5-6 മാസത്തെ കാര്യം എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണക്കൂട്ട് ഭ്രാന്തനെ പോലെ എഴുതി നോക്കിയിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിച്ചത്, എവിടെ ആയിരുന്നു. ഞാൻ എറണാകുളത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയ ഓർമ്മയുണ്ട്. കാസർഗോഡ് നിന്ന് എങ്ങോട്ട് പോയി, കാസർഗോഡ് നിന്ന് എങ്ങോട്ട് പോയി എനിക്ക് അറിയില്ല. കാസർഗോഡ് പോയ ഓർമ്മയുള്ളൂ. കാസർഗോഡിന് ശേഷം പിന്നെ തിരിച്ച് മാവേലിക്കലേക്ക് വന്നു. ആ സമയത്ത് ഒരു സ്വാമിയായിട്ടുള്ള സുഹൃബന്ധം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഓർമ്മ, സ്വാമിയായിട്ടുള്ള ബന്ധത്തിന് ശേഷം പിന്നെ എവിടെ പോയെന്തോ എനിക്ക് ഒരു പിടിയില്ല. ഇപ്പോഴും ആലോചിച്ചാൽ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടില്ലയോ? എന്റെ സുഹൃത്ത്, പഴയ ഒരു സുഹൃത്തായിരുന്നു. ഞാൻ ഇതെല്ലാം വലിയ പ്രശ്നങ്ങളൊക്കെ ആയി ലാസ്റ്റില് ഒരിക്കൽ സ്വാമിയെ പുള്ളി സ്വാമിയായിട്ട് കൊണ്ട് പിന്നെ സ്വാമിയുടെ ആശ്രമമായിട്ട് വന്ന് എനിക്ക് വളരെ ബന്ധം ഉണ്ടായിരുന്നു. പുള്ളി എന്നെ ഒത്തിരി, ഞങ്ങളൊക്കെ നിയമവിരുദ്ധമാണ് പല രീതിയിൽ ഞങ്ങൾക്ക് വളരെ സൗഹൃദം ഉണ്ടായിരുന്നു. എന്റെ സുഹൃത്തുക്കളും ഞാനും കുറച്ച് സുഹൃത്തുക്കളൊക്കെ സ്വാമിയുടെ ആശ്രമത്തിൽ താമസിക്കുവാനും പൂജാകാര്യങ്ങളിലൊക്കെ ഞാൻ വഴിയൊരുക്കാറ്. എന്റെ പേര് സിജു തോമസ് എന്നാണല്ലോ. അപ്പം ഒരാശ്രമത്തിലെ പൂജയൊക്കെ സിജു തോമസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു വിലയല്ലേ, നാലിക്കലല്ലേ, ക്രിസ്ത്യാനികൾക്ക് ആശ്രമത്തിൽ പൂജയും ചെയ്തോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ എല്ലാ തെറ്റുകളും ചെയ്ത ഞാൻ എന്റെ പേര് വാർന്നു നടക്കുന്നു. ചാവാൻ പറ്റും. എനിക്ക് എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യാൻ പോയാൽ ചാവാൻ പറ്റും. റോഡിൽ പോയാൽ വണ്ടിക്കടി കയറാം, കിണറപ്പുറത്തുണ്ട്, എങ്ങനെ പോയി ചാടാൻ പറ്റില്ല. ചാവാൻ എന്താ വഴി? ഞാൻ ആലോചിക്കുന്നെങ്കിൽ എങ്ങനെ ചാവും. വീട്ടുകാരൊക്കെ വിഷമിക്കുക. കാരണം എല്ലാം നഷ്ടപ്പെട്ടു എന്റെ വീട്ടുകാർക്ക്. കാരണം ഈ എന്റെ അപകടം കൊണ്ട് ഹോസ്പിറ്റൽ ബില്ലിന് ലക്ഷങ്ങളായി. അമ്മയുടെ എല്ലാം എന്റെ അപ്പന്റെ വീതമെല്ലാം വിറ്റു. ഞങ്ങളുടെ വീട് ഒഴിച്ച് ബാക്കി എല്ലാം വിറ്റു. വീട്ടിലെ ആഭരണങ്ങൾ, പാത്രങ്ങൾ. എനിക്ക് ജീപ്പും ബൈക്കും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബോധമില്ലാതെ അത് തൂക്കി ആക്രിക്കട കൊണ്ട് തൂക്കി വിറ്റു എന്റെ അപ്പൻ. അത് വേറെ വഴി. അതുപോലെയായി. എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ഒരു ഗതിയുമില്ലാതിരുന്ന സമയത്താണ് എന്റെ പേര് വാറണ്ട് വന്നേക്കുന്നത്. എന്ത് ചെയ്യണം? എന്നിട്ടും അവിടെ നിന്നും എന്റെ വീട്ടുകാർ കഷ്ടപ്പെട്ട് കാശ കടം വാങ്ങിച്ച് കോടതി പോയി കിഴങ്ങണ്ട് ജാമ്യമൊക്കെ എടുത്ത് വന്നു. പിന്നെ എനിക്ക് വാറണ്ട് വരുമ്പോ ഞാൻ എല്ലാ മാസവും കോടതി ഹാജരാവണം വിചാരണയ്ക്ക്. എന്ത് ചെയ്യാൻ? ഒരു കാര്യം മനസ്സിലായി, ഞാൻ ചാവത്തുമില്ല, ജീവിക്കത്തുമില്ല. എന്തിനാ ഇത് അറയത്തിൽ കിടക്കേണ്ട അവസ്ഥ? എനിക്ക് എങ്ങനെയാലും ചാവണം. എനിക്ക് ഒരു ദിവസം ബാത്റൂമിൽ വെച്ചൊരു ബ്ലേഡ് കിട്ടി. എന്റെ വീട്ടുകാർ കൊണ്ട് പിടിച്ചോണ്ട് പോയി ബ്ലേഡ് കിട്ടി. ഞാൻ എടുത്ത് കൈ പിടിച്ചു. കാരണം എനിക്ക് വലിയ ബോധമില്ല എവിടെ മുറിക്കണം. കാരണം ദേഹം മുഴുവൻ പഴുപ്പൊഴുകി. ഇടത്തേൽ മുഴുവനും കാല് വരെ, തല മുതൽ കാല് വരെ പഴുപ്പ ഒഴുകുന്നത്. അപ്പൊ മുറിച്ചാൽ പഴുപ്പ്, എനിക്കത് വലിയ ബോധമൊന്നും ചിന്ത. മുറിച്ചാൽ പഴുപ്പേ വരുത്തുള്ളൂ. വെറുതെ മുറിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ മുറിക്കും ചിന്തിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം എനിക്ക് ബോധം വന്നു. ശരിയാ, കടിച്ചു പിടിച്ചിട്ടും കൈയുടെ വെയിൻ മുറിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കടിച്ചു പിടിച്ച് വെയിൻ കട്ട് ചെയ്തു. അങ്ങനെ ഞാൻ വീണ്ടും മരിച്ചു. ഒന്ന് മരിച്ചു പോയതാണ്, രണ്ടാമത് വീണ്ടും ഞാൻ മരിച്ചുപോയി. പിന്നെ ഓർമ്മ വരുന്നത് എന്റെ അപ്പനും വീണ്ടും എന്റെ അവസ്ഥ, എന്റെ ചിന്തയിൽ ഞാൻ വീണ്ടും മരിക്കുകയാണ്. ഞാൻ ചാവാണല്ലോ. ഈ ഞരമ്പുകളെല്ലാം മുകളിലാണ്, രക്തമില്ല. ചില BP ഷുഗർ വളരെ ലോ ആണ്. എപ്പോഴും കെയർ ചെയ്യണമെന്ന്. ഇപ്പോഴും BP ഷുഗർ, അന്നും BP ഷുഗർ വളരെ ജീവിക്കാൻ ആവശ്യം BP ഷുഗർ ഒന്നുമില്ല. ബ്ലഡ് ശരീരത്തില്ല, ആരോഗ്യമില്ല, പഴുത്ത. അപ്പൊ പിന്നെ ഒന്ന് കട്ട് ചെയ്താൽ പെട്ടെന്ന് ആവുമല്ലോ, ചത്തുപോകണമെന്ന് വിചാരിച്ചു. എന്റെ ബോധം പോയതാണ്. അങ്ങനെ ബോധം പോയി. പിറ്റേ ദിവസം ബോധം വരുമ്പോൾ എന്റെ അത് ഞാൻ കണ്ണു നോക്കാം, നരകമാണെന്നൊക്കെ വിചാരിച്ച കണ്ണു നോക്കുമ്പോ നരകമല്ല, വീടാ. ഞാൻ ചത്തില്ല. രണ്ടാമത് ഞാൻ ചാവാനുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. എന്റെ വീട്ടുകാരനും അമ്മി എന്നെ ഒന്ന് നേഴ്സറൊക്കെ മനുഷ്യരുടെ എല്ലാ ട്രീറ്റ്മെന്റ് ചെയ്ത ട്രിപ്പൊക്കെ വൈറ്റമിൻസും എല്ലാം ഇഞ്ചക്ട് ചെയ്തിട്ടാണ് ട്രിപ്പ് ഇട്ടൊക്കെ കൂടുതൽ ആരോഗ്യത്തിൽ എഴുതേക്കുന്നത്. ആരോഗ്യം കൂടുമ്പോൾ വേദന കൂടും ശരീരത്തിൽ. കാരണം ബോധം വരുമ്പോഴും ആരോഗ്യം കൂടുമ്പോൾ ശരീരത്തിൽ വേദനകൾ നീറ്റിലും കൂടുകയാണ്. ഒരു കാര്യം മനസ്സിലായി, ഞാൻ ചാവത്തുമില്ല, ജീവിക്കത്തുമില്ല. ഞാൻ പണ്ട് സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ട് പള്ളിയിൽ പോയപ്പോ ഈ നരകത്തെ കുറിച്ച്, നുരയ്ക്കുന്ന പുഴവും കുത്തുന്ന സാത്താനും കത്തുന്ന തീയും, ഇതാണ് ഈ നരകം. ഇതാണ് ഞാൻ നരകത്തെ പഴുത്തളയുന്നു, നീറിപ്പോകുന്നു. അഥവാ ചാവുന്നില്ല, ചത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എന്ത് ചെയ്യണം? അങ്ങനെ കരഞ്ഞ് വേദനിച്ചിരിക്കുമ്പോഴാണ് എന്റെ മമ്മിയുടെ ഒരു കൂട്ടുകാരി ഒരു പാസ്റ്ററെ കൊണ്ട് വരും. എനിക്കിഷ്ടമില്ലാത്ത പാസ്റ്റർമാര്. പള്ളിയിൽ അച്ഛന്മാരെ പ്രാർത്ഥിക്കാറുണ്ട്, നാട്ടുകാരെ പ്രാർത്ഥിക്കാറുണ്ട്, എന്തിനു പ്രാർത്ഥിക്കാറുണ്ട്. അപ്പുറം ഹിന്ദുക്കളൊക്കെ അപ്പുറം നേർച്ചയും ചന്ദനമൊക്കെ കൊണ്ട് തരാറുണ്ട്. എല്ലാവരും പള്ളികളിലും ഓരോരോ തീർത്ഥാടന പള്ളികളിലൊക്കെ പോകുമ്പോൾ അവിടെ എണ്ണയും കൊണ്ട് തരാറുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് പാസ്റ്റർമാരെ, എന്റെ പെന്തക്കോസ്തുകാരെ കാണാൻ വന്നിട്ടുമില്ല, പാസ്റ്റർമാരെ വീട്ടിൽ കയറ്റത്തുമില്ല. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നുകൊണ്ട് കയറ്റി. പുള്ളി വന്നു. സത്യം പറഞ്ഞോട്ടെ, ആരും പറയരുത്, ആരോഗ്യം കണ്ടപ്പോൾ ഞാൻ ചവിട്ടിക്കൊന്നു. കാരണം എനിക്കിവിടെ മനുഷ്യനും വേറെ എനിക്ക് ശബ്ദം അധികം കേൾക്കാൻ പാടില്ല. ഡോക്ടർ നടക്കുന്നു, അധികം ശബ്ദം ഉണ്ടാക്കരുത്, കാരണം അത് സഹിക്കാനുള്ള പവർ എനിക്കില്ല. ഈ പുള്ളി വന്നിട്ട് ഉറക്കലുണ്ട് പ്രാർത്ഥന. എന്റെ അമ്മ, ഞാൻ വിചാരിച്ചു ദൈവമേ സ്തോത്രം, നന്ദി. സ്തോത്രമല്ല, എന്റെ കർത്താവേ ഭഗവാനെ ഈശ്വര നന്ദി. ഇപ്പൊ ഞാൻ ചത്തോളും, അലർച്ചോളം ചത്തോളും എന്ന് വിചാരിച്ചു. ചത്തില്ല. പുള്ളി അതിന്റെ പ്രാർത്ഥനയെ ബാധിച്ചു. എന്നിട്ട് എന്റെ ഇടത്ത് മനസ്സിൽ തോന്നാൻ വിളിച്ചത്, മോനെ എന്നെ ചിരിച്ചേക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. മോനെ, നിനക്ക് യാതൊരു ഭാവിയുമില്ല, കാരണം നീ മരിച്ചു പോകത്തേ ഉള്ളൂ. പക്ഷെ സത്യമായിട്ടാണ്, നീ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുക ലോകം. വീട്ടുകാരും നാട്ടിലും വെച്ചാൽ മരിച്ചാൽ അത്രയും ഈ വേദനിക്കണ്ടല്ലോ. അഥവാ ബൈ ചാൻസ് നീ ജീവിച്ചാൽ എവിടെ പോവും? ജയിലിൽ പോവും. അവിടെ പോയാൽ എന്തായാലും മരിക്കും. നിങ്ങൾക്ക് യാതൊരു സ്കോപ്പും ഇല്ല. ഞാൻ ചെയ്ത് പറഞ്ഞ ആവശ്യം എനിക്കറിയാവുന്ന കാര്യമല്ലേ. പുള്ളി പറഞ്ഞു, മോനെ ഞാനൊരു വഴി പറഞ്ഞു തരാം. നീ ഈ വേദപുസ്തകം വായിക്കുക, ദൈവം നിന്നെ സൗഖ്യമാക്കും. നീ വേറെ എങ്ങും പോകണ്ട, ഒരു ചികിത്സയും വേണ്ട, ഒരു മരുന്നും വേണ്ട. നീ വേദപുസ്തകം വായിക്കുക. ഇത് ജീവിക്കുന്ന സത്യമാണ്. ഈ വേദപുസ്തകം ശരിക്കും വായിച്ചാൽ ദൈവം നിന്നെ സൗഖ്യമാക്കും. മാത്രമല്ല, നിന്നെ ദൈവത്തിന് വിളിയുണ്ട്. നീ ഇങ്ങനെ കിടക്കേണ്ടവനല്ല, നിന്നെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകണം. ഈ ഒരു കാര്യം മനസ്സിലായി. ഈ പെന്തക്കോസ്തൊക്കെ ഭ്രാന്ത. കാരണം എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകണം. കണ്ണെപ്പോഴും അടച്ചു, ഈ കണ്ണ് അടച്ചു തുറക്കാൻ പാടില്ല. ദേഹം മുഴുവൻ പഴുപ്പൊക്കെ ഒഴുകുക.
പിടിച്ച് എഴുന്നേപ്പിച്ചിരുന്ന് പിടിച്ച് എന്റെ അപ്പനും അമ്മയെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുന്നേ അതുപോലെ ബാത്റൂമിൽ കൊണ്ടുപോകൊക്കെ ചെയ്യുന്നത്. എനിക്ക് വെള്ളം, നാരങ്ങ വെള്ളവും കഞ്ഞിവെള്ളവും ഉപ്പിട്ട് തരുന്നത് തൊട്ട് കഴിഞ്ഞിട്ടല്ല ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ആ എന്നെ ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകണം. അപ്പൊ വട്ട എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു. അപ്പ പറഞ്ഞു ചേട്ടാ പൊക്കോ, പിന്നെ വിളിക്കാം. കാരണം മനുഷ്യൻ സഹിക്കുന്ന കാര്യമാണ്. ലോകം മുഴുവൻ ജാപം പ്രാർത്ഥിക്കുന്നതിന് അത്തി കിട്ടിയായിരുന്നെങ്കിൽ ഒരാശ്വാസം. എന്റെ ഞാൻ വീണ്ടും കഷ്ടപ്പെടും, എന്നെ കഷ്ടം ഉപയോഗിക്കുക. എന്നാലും ബൈ ചാൻസ് ജീവിച്ചാലും ജയിലിനെ പോത്തുള്ളൂ. അതിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു. പാസ്ത്രങ്ങൾ പോയി 2-3 ദിവസം കഴിഞ്ഞ് എനിക്കൊരു ചിന്ത. എല്ലാ പള്ളികളിൽ നേർച്ച കൊണ്ടുവന്നു, അമ്പലങ്ങളിൽ നേർച്ച കൊണ്ടുവന്നു. പള്ളിലച്ചന്മാരും നാട്ടുകാരും ഹിന്ദുക്കളും വന്ന് പ്രാർത്ഥിച്ചു, മുസ്ലിങ്ങളും വന്ന് പ്രാർത്ഥിച്ചു, സ്വാമിയും എന്നെ കാണാൻ വന്നു. അവസാനം ഈ പെന്തക്കോസ്തുകാരൻ മാത്രം എല്ലാവരും ചാമിന്റെ ഒക്കെ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പെന്തക്കോസ്തുകാരൻ പാസ്റ്റർ ദൈവം എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുക, നീ എഴുന്നേക്കും, നീ സൗഖ്യമാകുന്നു. നീ അയാൾ പൊട്ടണമെങ്കിൽ വേദപുസ്തകം വായിച്ചു നോക്കിയാലോ. വീട്ടിൽ എഴുതി കൊടുത്തു. നീ വേദപുസ്തകങ്ങൾ വീട്ടുകാർ മേടിച്ചാണ് അന്ത്യാഭിലാഷമായിരിക്കും. പണ്ട് വന്നാലൊക്കെ വലിയ തന്നെ വന്നിട്ട് എനിക്ക് വേദപുസ്തകം താല്പര്യമൊന്നുള്ളതല്ല. പിന്നെ വേദപുസ്തകം എഴുതി കൊടുത്തേക്കുന്നത് വീട്ടുകാര് ടീപ്പൊക്കെ വലിച്ചിട്ട് വേദപുസ്തകം എടുത്തു വന്ന് അത്യാവശ്യം ടോർച്ചൊക്കെ കത്തിച്ച് വെച്ചു. കാരണം ഈ കണ്ണ് അടച്ചു വെക്കണം, കണ്ണ് തുറന്നു വെക്കരുത്, ഈ കണ്ണ് അടച്ചു വെക്കണം. കഷ്ടപ്പെട്ട് വേദപുസ്തകം സങ്കീർത്തനം വായിച്ചാൽ പരിചയല്ലേ, അടുക്ക് തുറന്നു ഇങ്ങനെ വെച്ചു കഷ്ടപ്പെട്ട് വായിക്കുകയാണ്. വായിക്കാൻ പറ്റുന്നില്ല, കണ്ണ് തലവേദന പൊട്ടിപ്പൊടുന്ന തന്നെയാ. ചെറിയ ഇതില്ല, വായിക്കാൻ പറ്റില്ല, അടച്ചു വെക്കും. പിന്നെ ദൈവമേ, ഭഗവാനെ, ബൈബിളെ, കർത്താവെ, യേശുവെ, ഈശ്വര എല്ലാവരെയും വിളിക്കും. മാതാവേ, തിരുമേനി, എനിക്ക് അങ്ങനെ വേദോത്സവം വായിച്ചിട്ട് എനിക്ക് ചത്താ മതി, എനിക്ക് വയ്യ, ചാവണം. എനിക്ക് പറയാൻ സമയത്ത് വാഗണ്ടല്ല, മനസ്സുകൊണ്ട് വാഗണ്ട് പറയാൻ പറ്റത്തില്ല. ശബ്ദം ചുമയ്ക്കുന്ന ശബ്ദമൊന്നും പുറത്തേക്കാൻ പറ്റത്തില്ല. അങ്ങനെ സന്ധ്യയായപ്പോൾ എനിക്ക് എന്നെ ചാവാനും സമ്മതിക്കത്തില്ല. തിമ്പുരാനെ, തിരുമേനി, തമ്പുരാനെ വിളിച്ചിട്ട് വീണ്ടും തുറന്നിട്ട് വായിക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടിപ്പോയി, ഞാൻ പേടിച്ചുപോയി. ഞാൻ കട്ടിലേക്ക് വീണും പോയി. കാരണം പറയണ്ടേ, ഞാൻ എന്റെ ശബ്ദം ചെവി കൊണ്ട് കേട്ടു. അപ്പൻ ഇഷ്ടപുത്രൻ എന്ന പോലെ യഹോവയെ പിതാവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു. സദൃശവാക്യങ്ങൾ 3-12 വാക്യം തോന്നുന്നു. കാരണം സങ്കീർത്തനം പറയാൻ സദൃശവാക്യത്താണ് വായിച്ചപ്പോൾ എനിക്ക് സംസാരശേഷി ഇല്ല, സൗണ്ട് ഇല്ല. ഞാൻ കണ്ണുകൊണ്ട് കഷ്ടം ഇങ്ങനെ ചരിഞ്ഞ ഈ കണ്ണെ കാണത്തുള്ളൂ. വായിച്ചു, അതെന്റെ ചെവി കൊണ്ട് കേട്ടു. ഞാൻ പെട്ടെന്ന് പേടിച്ച് കുറച്ച് വീണുപോയി. വീട്ടുകാരി ഓടി വന്നു, കൊണ്ട് കിടത്തി, കടലെ നേരെ പിടിച്ച് കിടത്തി. പക്ഷേ ഞാൻ ഇത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൻ ഇഷ്ടപുത്രൻ എന്ന പോലെ യഹോവയെ പിതാവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു. എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ ചാവാൻ പോവാണ്. ഈ കാര്യം മനസ്സിലാക്കണം. ദൈവം പറഞ്ഞു ശിക്ഷിക്കുകയാണ്, എല്ലാം പറഞ്ഞ് പര്യവസാനിക്കുകയാണ്. ഞാൻ ചാവാൻ വേണ്ടി ലോകം പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചാവാൻ പോവാ, ചാവും ഇപ്പൊ ചാവും. അങ്ങനെ കടന്ന് എന്റെ സകല ചെയ്ത കാര്യങ്ങളെ ഓർത്തു. അയ്യോ ദൈവമേ, ഞാൻ അങ്ങനെ ചെയ്തതാ, നരകത്തിൽ പോയല്ലേ. അങ്ങനെ നരകത്തെ കുറിച്ച് പേടി എന്നാലേ വരുന്നു. നരകത്തെ കുറിച്ച് ഭയങ്കരമായ നരകത്തിൽ ഭയങ്കര പേടിയാണ്. തീക്കത്തി വിടല്ലേ. ഞാൻ ദൈവത്തോട് ക്ഷമ പറയാൻ തുടങ്ങി. വേദപുസ്തകത്തെ ദൈവത്തിനാണ് കർത്താവും വേദപുസ്തകം ദൈവം എന്നൊക്കെ വിളിക്കുന്നു. വേദപുസ്തകത്തിന്റെ സൗണ്ടിൽ ഞാൻ കേട്ടത് വേദപുസ്തകം ദൈവമായിട്ട് കണ്ടു. എന്റെ വേദപുസ്തകമേ, എന്റെ കർത്താവെ, എന്റെ യേശു, എന്റെ ദൈവമേ, എന്റെ ഈശ്വര, എന്റെ ഭഗവാനെ, എന്നോട് ക്ഷമിക്കണേ. ഞാൻ അന്ന് അങ്ങനെ ചെയ്ത രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. മുഴുവൻ ഓരോ തെറ്റുകൾ ഓർത്ത് ഓർമ്മയിൽ വന്നു. എനിക്ക് ബോധമില്ലാത്ത ഞാൻ, ഭ്രാന്തനായ ഞാൻ, പഴയ ഓർമ്മകളൊന്നും ഇല്ലാത്ത എനിക്ക് അത് മാത്രം ഓർമ്മകൾ വന്നു. ഞാൻ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചു ചാവാൻ വേണ്ടി. ഉറങ്ങി ചത്തുപോയതായിരിക്കുന്നത്. പക്ഷെ രാവിലെ മമ്മി നെഞ്ചത്തടിച്ച് കരഞ്ഞ, നീ ഇത്രയും എന്തുവാണ് നീ ചെയ്യുന്നത്? കഴിഞ്ഞ ആഴ്ച നീ ഞരമ്പ് മുറിച്ചു, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഇനിയും വിൽക്കാനൊന്നുമില്ല, ഇവിടെ വിൽക്കാനൊന്നുമില്ല. പിന്നെ അന്ന് സർക്കാർ ജോലിക്കാരി ആയതുകൊണ്ട് റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡാ. അതുകൊണ്ട് കോളനി പോയി മറ്റേ റേഷൻ കാർഡ് സാധനം വാങ്ങിക്കുന്നു. ഞങ്ങൾ റേഷൻ കാർഡ് കിട്ടുന്നത് എല്ലാം നഷ്ടപ്പെട്ടു. നാട്ടുകാർക്ക് പരിഹാസ മാത്രമേ മാറിയുള്ള നീ കാരണം ഞങ്ങൾ ഒന്നും വെച്ചാൽ എല്ലാം പോയി. ഇപ്പൊ ഈ വീട് മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രമാണം പണയം വെച്ചേക്ക്, അത് വിൽക്കാനും പറ്റത്തില്ല. എന്ത് നീ എന്തി കാണിക്കുന്നു? ഞാൻ എന്താന്ന് ചോദിച്ചു. എനിക്ക് സംസാരിച്ചു, എന്താ നീ കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു? ബ്ലേഡ് എടുത്ത് കടിച്ചു പിടിച്ചെന്നൊക്കെ പറയുന്നത്, വെയിനെ കട്ട് ചെയ്ത് വലിയ ബുദ്ധിമുട്ടാക്കി, എല്ലാം നഷ്ടപ്പെട്ടതൊക്കെ. ഡോക്ടർ പറഞ്ഞ ഈ കണ്ണ് തൊള്ളുക പോലും ചെയ്യരുത്. കാരണം മഞ്ഞ കണ്ണ് കാണാനില്ല, മഞ്ഞ കവിഞ്ഞ മഞ്ഞൊരു മുട്ട പുഴുങ്ങിയ മഞ്ഞക്കുരു അങ്ങനെ ഇരിക്കുന്ന പോലെ, മുട്ട പുഴുങ്ങ അധികം പുഴുങ്ങാത്ത മഞ്ഞക്കുരു പഴുപ്പ് ഇരിക്കുകയാണ്. ഞാൻ എന്താന്ന് ചോദിച്ചു. നേരം പപ്പ കണ്ണാടി എടുത്തുമ്പോ കൊണ്ട് കാണിച്ചു. ഞാനും പേടിച്ചു. കാരണം ഇവിടെ വലിച്ചു കീറി വെച്ചിരിക്കുന്നു, മഞ്ഞിച്ചിരുന്ന് ചുമന്ന് വെള്ളം ഒഴുകുന്നു. ഇത് തുടർന്ന് ഞാൻ വലിച്ചു വെച്ചതായിരിക്കും. ഞാൻ എഴുതി കൊടുത്തു. ഞാൻ അറിഞ്ഞതല്ല, സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ ശിക്ഷ തുടങ്ങിയതാ. കാരണം വേദോത്സവം പറഞ്ഞ് എന്നെ ശിക്ഷിക്കുവന്ന്. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ നിറയിച്ചാവത്തേ ഉള്ളൂ. ഇന്ന് തൊട്ട്
എന്റെ കാര്യം പോക്ക. ഞാൻ എന്ത് ചെയ്യാൻ വേറെ വേദനയോടെ കണ്ടോട്ട് നോക്കി ഒറ്റ കണ്ണേ ഉള്ളൂ. കാരണം വേദപുസ്തകം പറഞ്ഞു ദൈവം നിന്നെ ശിക്ഷിക്കുന്നുവെന്ന്. രാവിലെ ചെയ്തപ്പോൾ തൂതാടി ചെയ്യുന്ന സാധനം വലിച്ച് കീറി വെച്ചേക്കുന്നു. ഭയങ്കര വേദന. അതൊരു വേദനയില്ല, എനിക്ക് ഭയങ്കര വേദന. വീട്ടുകാരൊക്കെ കരയുന്നു. അവസാനം വീണ്ടും ആരെയൊക്കെ ഫോൺ ചെയ്ത് കാശക്കടമായി ചോട്ട വിളിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണ്. ഓട്ടോ വിളിച്ച് അവർ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്, ഒരിക്കലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ ഐ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ഞാൻ മറക്കത്തില്ല. അതിന് മുന്നിലുള്ള നേരത്തെ ജോലി ചെയ്ത ഹോസ്പിറ്റൽ ഡോക്ടർ ഉണ്ടായിരുന്നതാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്താണ്. അവരും യാക്കോബ പള്ളിക്കാരിയാണ്, പരിചയമുള്ള ആളാണ്. കൊണ്ടുവന്നു, കാണിച്ചു. നേരെ ശ്രീകണ്ഠപുരം മെഡിക്കൽ കോളേജിൽ പോയി സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്തു. തിരിച്ചു വീട്ടിൽ കൊണ്ട് കാണിച്ചു. ഒരു പറഞ്ഞു, ഓ സിജു, യു ആർ എ ലക്കി മാൻ. ഞാൻ ഭാഗ്യവാനാണ്. മനുഷ്യന് സഹിക്കാൻ വയ്യ. അതുവരെ വേദന ഇല്ലാതെ അന്ന് തല മുഴുവൻ എനിക്ക് ശ്വസിക്കൊന്നും, എനിക്ക് ചത്താൽ മതി, എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത വേദനയാണ്. വീട്ടുകാരെ കരയുക. നമ്മൾ എന്താ സിസ്റ്ററെ നേരത്തെ കൊണ്ടുവരാഞ്ഞ്? എന്താ കുഴപ്പം? അതെ, അവന്റെ ഇവിടെ ഈ കണ്ണിന്റെ പുറത്തെ പാളി അത് കണ്ടായിട്ട് അകത്ത് പ്രശ്നങ്ങൾ കുഴപ്പമില്ല, അവിടുത്തെ കണ്ണിന്റെ മുറിഞ്ഞു വെക്കാം. അതിന്റെ വെയിൻ ജോയിന്റ് ആയിരിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി. മുറിവ് ഒറ്റ പിടിച്ചു തുടങ്ങിയ ഒരു ദിവസം കൊണ്ട് 1.5 മാസമായി കാണുമല്ലോ. എന്താ കൊണ്ടുവരാഞ്ഞ്? വന്നു പറഞ്ഞു, അയ്യോ അല്ല മാഡം, ഇന്നലെ രാത്രിയിലും പഴുപ്പ് കുറച്ച് അവനെ കടത്തിയത്. ഇന്നലെ രാത്രി ഇന്നലെ പഴുപ്പ് കുറച്ച് കഴുകിയിട്ടില്ല. വീട്ടിൽ ഇരിപ്പുണ്ട്, റബ്ബർ ബോക്സ് വെച്ചിട്ട് കഴുകിയിട്ട് കളഞ്ഞില്ല. കത്തിച്ചളയാണ്, അത് പുറത്ത് വെച്ചിട്ടുണ്ട്, കളഞ്ഞിട്ടില്ല. ഞാനും എഴുതി കൊടുത്ത് രാത്രിയിലും പഴുപ്പുണ്ടായിരുന്നു. പക്ഷെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഒരിക്കലും വെയിൻ കണക്ട് ആവില്ല, ഞരമ്പുകൾ യോജിക്കില്ല. ഞരമ്പ് മുറിഞ്ഞു പോയാൽ പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ പറ്റുമോ? മുറിവ് പറ്റ പിടിക്കും, മരുന്നുണ്ടോ? മരുന്ന് പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്റെ ഞരമ്പ് ജോയിന്റ് ആയി. ഈ വേദപുസ്തകത്തിന്റെ വചനം ഒന്ന് വായിച്ചപ്പോൾ, വെറുതെ വായിച്ചതല്ല, വളരെ ഹൃദയവേദനയോടെ പ്രത്യാശയോടെ, എനിക്ക് കർത്താവെ ചാവുമെങ്കിലും ചെയ്യാൻ ദൈവം വഴിയൊരുക്കണേ ദൈവമേ, വേദപുസ്തകത്തെ ദൈവമായി കണ്ടുകൊണ്ട് വളരെ 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 ഹൃദയം തകർന്നുകൊണ്ട് വിശ്വാസത്തെ, എനിക്ക് ബോധമില്ല, അന്ന് ദൈവത്തിൽ വിശ്വാസമൊന്നും ഇല്ല, എങ്കിലും ഞാൻ വേദപുസ്തകത്തെ വിശ്വസിച്ചു. അവരൊറ്റ വായന, ആ പെന്തക്കോസ്തലം പാസ്റ്റർ പറഞ്ഞാട്ടങ്ങ് വായിച്ചതാ. വായനോട് എന്ത് സംഭവിച്ചു? ഞരമ്പ് ജോയിന്റ് ആയി ഒറ്റ രാത്രി കൊണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി. മുറിവ് ഒറ്റ പിടിച്ചു തുടങ്ങിയിരിക്കുക. വീട്ടിൽ വന്നു. അന്നേരം എനിക്കൊന്നും മനസ്സിലായില്ല. ഈ വീട്ടിൽ എല്ലാ ദിവസമായിട്ട് 6 മണിക്ക് 7 മണിയാകുമ്പോൾ സന്ധ്യാപ്രവർത്തനം വീട്ടിൽ. അപ്പൊ ഞാൻ എന്റെ കട്ടിലുള്ള താഴെ എന്റെ അപ്പനോട് പ്രാർത്ഥിക്കുന്നു. അവര് പ്രാർത്ഥിച്ചപ്പോ പെട്ടെന്ന് വേദപുസ്തകം ഞാൻ നെറ്റി. ഈ വേദപുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ രാത്രി വേദപുസ്തകം വായിച്ചപ്പോൾ എന്റെ ശബ്ദം ഞാൻ കേട്ടു. വീട്ടിലൊക്കെ എഴുതി കൊടുത്തവർക്ക് മനസ്സിലാകുന്ന തോന്നുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കല്ലേ അറിയുള്ളൂ എന്റെ ശബ്ദം ഞാൻ ചെയ്തുകൊണ്ട് കേട്ടെന്ന്. പക്ഷെ വീട്ടുകാരെ എഴുതി കൊടുത്തിട്ട് വന്നു തോന്നുന്ന പോട്ടെ ആയിരിക്കും, ഒക്കെ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നടക്കാത്ത കാര്യം. നിങ്ങൾ സംസാരിച്ച് അനങ്ങുന്നില്ല, ഒന്ന് ചമച്ച് അനക്കത്തില്ല. പിന്നെ എങ്ങനെ സംസാരിക്കുന്നു? എനിക്ക് സംശയം, ഈ വേദപുസ്തകം ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഭഗവാന്മാരും ദേവന്മാരും ദൈവമാരും കർത്താവും യേശുവും തിരുമേനിയും മാതാവും ഒന്നുമല്ല ദൈവം. എനിക്കത് തോന്നി ഈ വേദപുസ്തകമാണ് ദൈവം എന്നെനിക്ക് തോന്നി. ഞാൻ പിറ്റേ ദിവസം തൊട്ട് വേദപുസ്തകം എടുത്തു. പണ്ട് ഞാൻ യാക്കോബുകാരൻ നോയമ്പിന്റെ പാട്ടുണ്ട്, ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവും നോറ്റു ആ കൽക്കറുസായെ ജയിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ദിനം 7 വട്ടം പ്രാർത്ഥിച്ചാൽ, എനിക്ക് ഓർമ്മ 7 വട്ടം പറഞ്ഞ പാട്ട് എനിക്ക് ഓർമ്മ ദൈവം പറയുന്നതായിരിക്കും. എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല. അതുകൊണ്ട് വെള്ളപ്പേർക്ക് മേനൊക്കെ ചോദിച്ച് എഴുതി പേപ്പറൊക്കെ എടുത്ത് ബൈബിളിൽ വെച്ച് എനിക്ക് വീട്ടിൽ ദിവസം വെച്ച് കഷ്ടപ്പെട്ട് ഉറച്ചിക്കടിച്ച് വായിക്കാൻ നോക്കുക. അത് തുറക്കും, ഒരു വാക്യം വായിക്കും. യഹോവ വളരെ കഷ്ടപ്പെട്ട എന്റെ ഇടയനാണെന്ന് വെച്ചാൽ എന്റെ കർത്താവേ, എന്റെ യേശുവേ, എന്റെ ഭഗവാനെ, എന്റെ ദൈവമേ, എന്റെ വേദപുസ്തകമേ, എന്റെ കണ്ണ് ശരിയാകണമേ. ഒന്നാമത്തെ പ്രാർത്ഥനയെ. പിന്നെ ഓർമ്മ വരുമ്പോൾ 2ാമത്തെ പ്രാർത്ഥന, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ യേശുവിന്റെ വേദപുസ്തകമേ, എന്റെ കൈ ശരിയാകണമേ. അങ്ങനെ 7 പ്രാർത്ഥന. 6ഉം എന്റെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ഓരോരോ വേദന ഓരോരോ ഭാഗം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. 7ാമത് പറഞ്ഞു, കർത്താവേ, ദൈവമേ, യേശുവേ, ഭഗവാനെ, വേദപുസ്തകമേ, ബൈബിളെ, എങ്ങനെങ്കിലും എനിക്ക് എഴുന്നേറ്റ് എവിടെയെങ്കിലും പോയി ജീവിക്കണം. എന്റെ കേസും പ്രശ്നമൊക്കെ മാറണം. കർത്താവ് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം മൂലം സകലതും ഉളവായി, വചനം കൂടാതെ ഒന്നും ഉളവായതുമില്ല. തെളിവാണ് ഞാൻ. ആരുമില്ല. ലോകവും നാടും വീടും നാട്ടുകാരും വീട്ടുകാരൊക്കെ മതിയായി. അവർക്ക് എത്ര 8 മാസം കഴിഞ്ഞു, 10 മാസമായി. 10 മാസമായിട്ടും കിടക്കുമല്ലേ. ആര് നോക്കാനാ? വീട്ടുകാരുണ്ട്, അപ്പനും അമ്മയും വേദനയുണ്ട്. അപ്പനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഒത്തിരി നഷ്ടം സഹിച്ചു, വേദന അനുഭവിച്ചു. എന്റെ പെങ്ങൾ നേഴ്സിംഗ് പഠിക്കുമായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു പോരുന്നു. ലോണൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് പഠിക്കാൻ പോയൊക്കെയാണ്. ആ സമയത്താണ് സംഭവം. അങ്ങനെ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി.
അത്ഭുതം അത്ഭുതം അത്ഭുതം. മുറിവുകൾ പഴുത്തൊഴുകിയിരുന്ന് പൊറ്റ പിടിക്കുവാൻ തുടങ്ങി. അതിലും വലിയ അത്ഭുതം, എനിക്ക് കൈയും കാലൊക്കെ ഉണ്ടെന്ന് അകത്താണ് വേദന, പുറത്ത് പക്ഷെ അറിയുന്നു. ഭയങ്കരമായി നീറുവാൻ തുടങ്ങി കൈകളൊക്കെ. വെച്ചാൽ എന്റെ ശരീരത്തിൽ ജീവൻ വെച്ച് തുടങ്ങി. എല്ലായിടത്തും ഭയങ്കരമായി നീറ്റില്ല. ആദ്യം അകത്ത് വേദന, പുറത്തൊന്നും തൊട്ടാൽ അറിയത്തില്ലായിരുന്നു, പഴുപ്പായിരുന്നു. തൊടുമ്പോൾ അകത്താണ് വേദന, പക്ഷെ പുറത്ത് പൊറ്റ പിടിച്ച് നീറുവാൻ തുടങ്ങി. ഒരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന ലോകം പറഞ്ഞ ഒരു ദൈവങ്ങളും ഒരു മതങ്ങളും ഒരു സഭകളും ഒരു ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നും അല്ല ദൈവം. വേദപുസ്തകം ദൈവമാണെന്ന് ഞാൻ അന്ധമായി വിശ്വസിച്ചു. എനിക്ക് ബോധമില്ലാത്ത അവസ്ഥയില്ല, എനിക്ക് ദൈവത്തെ കുറിച്ച് അറിയാത്ത അവസ്ഥയില്ല. ഞാൻ വേദപുസ്തകം വിശ്വസിച്ചു. വേദപുസ്തകത്തെ ഞാൻ കൈവർക്ക് കഷ്ടപ്പെട്ട് ഞാൻ ഉമ്മ കൊടുക്കും, മനുഷ്യരോട് ചേർത്ത് വിളിച്ച് കിടക്കും. എനിക്ക് വേദപുസ്തകം വായിക്കുക, വേദപുസ്തകം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ വേദപുസ്തകം വായിക്കുമ്പോൾ അത്ഭുതമാണ്. എനിക്ക് മനസ്സിലാവുന്ന ദൈവത്തെ അറിയാം. അന്തരന്തരങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ് നമ്മുടെ ചിന്ത കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ടാവൻ നമുക്ക് മാറിയിടുന്നത്. അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആകാശം ഉണ്ടാകട്ടെ യഹോവ കൽപ്പിച്ചു, അപ്പോൾ അത് സംഭവിച്ചു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേലെ പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം പരിവർത്തിക്കുന്ന ഒരവസ്ഥയാണത്. അങ്ങനെ ആത്മാ പരിവർത്തിച്ചുകൊണ്ടേയിരിക്കുകയെ എനിക്ക് ബോധം വരാൻ തുടങ്ങി. എനിക്ക് ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ കൂടുതൽ അന്നേരം ഡോക്ടർ അതുവരെ കണ്ണുടച്ചു വെച്ചിരിക്കുന്ന ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നീ എല്ലാ ദിവസവും എന്തെങ്കിലും വായിച്ചുകൊണ്ടേ ഇരിക്കണം, പത്രമൊക്കെ വായിര്. അങ്ങനെ പിറ്റേ ദിവസം ഒരു പത്രം വരുത്താൻ തുടങ്ങി വായിക്കുക. കാരണം എക്സസൈസ് തുടങ്ങി, കണ്ണ് ഒരു പറ്റ പിടിച്ചു തുടങ്ങിയത് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവുന്ന കണ്ണ് വായിക്കുക പറഞ്ഞ കണ്ണാണ്. ഓക്കെ, അങ്ങനെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ പത്രം വായിക്കാൻ തുടങ്ങി. ഒരു ദിവസം വാർത്ത കണ്ടു, ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ട്രെയിനിങ് മാവേലിക്കര കല്ലുമല ബൈബിൾ കോളേജിൽ സൗജന്യമായി സഭാവ്യത്യാസമെന്നെ ഏവർക്കും പങ്കെടുക്കാം. ഞാൻ വീണ്ടും വായിച്ചു, ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ട്രെയിനിങ് സഭാവ്യത്യാസമെന്നെ ഏവർക്കും പങ്കെടുക്കാം. എല്ലാ ദൈവദാസന്മാരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിന്റെ പ്രാർത്ഥന ഒരു പേപ്പറിന്റെ അര പേജിന്റെ വാർത്ത. ഞാൻ വിചാരിച്ചു, വേദപുസ്തകം പഠിപ്പിക്കുന്നതല്ലേ, എനിക്ക് ദേവദാസന്മാരൊന്നും എന്തോ എനിക്കറിയത്തില്ലല്ലോ, എനിക്ക് വലിയ ബോധമേ ഇല്ല. ഞാൻ ഈ വേദപുസ്തകം വായിച്ച് എന്റെ ദേഹമൊക്കെ മുറിവൊക്കെ അരിഞ്ഞു വരുന്നു, എന്റെ ഞരമ്പൊക്കെ ജോയിന്റ് ആയി. എനിക്ക് പെതുക്കെ വളരെ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി, ശബ്ദം കേൾക്കാൻ തുടങ്ങി. എനിക്ക് ആകമത്തൊരു വ്യത്യാസം. ഞാൻ പിടിച്ചെഴുന്നേക്കാൻ തുടങ്ങി. എന്നെ വീട്ടിലെ പിടിച്ചെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് പിടിച്ചൊക്കെ നടക്കാൻ തുടങ്ങി. വീടിന്റെ പറ്റുന്ന പുറത്ത് മുറ്റത്തോടെ ഞാൻ കാല് കുത്താൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. എല്ലാം വേദപുസ്തകം ഉണ്ടല്ലേ. ഞാൻ നടക്കാനും സംസാരിക്കാനും അത്യാവശ്യം ആരോഗ്യമായ അവസ്ഥയിലേക്ക് മാറി. ഒരു 2 മാസം 3 മാസം കൊണ്ട് ഡോക്ടർമാരും ചികിത്സയും എല്ലാ ഫിസിയോതെറാപ്പി എല്ലാം നിർത്തിവെച്ചിട്ട് ഈ വേദപുസ്തകം വായിച്ചപ്പോൾ അത്ഭുത സൗഖ്യം സംഭവിച്ചു തുടങ്ങി. അനുഭവിക്കുന്ന സത്യമാ, പറഞ്ഞു കേട്ടതല്ല, കണ്ട് മനസ്സിലാക്കിയതല്ല, അനുഭവിച്ചത് സത്യമായത്. ഞാൻ വിചാരിച്ചു, ഈ കോഴ്സിന് പോയാൽ കൂടുതൽ വേദപുസ്തകം പഠിക്കാം, വേദപുസ്തകം കൂടുതൽ പഠിച്ചാൽ കൂടുതൽ വേദപുസ്തകം മനസ്സിലാക്കി എനിക്ക് പെട്ടെന്ന് ആരോഗ്യം കിട്ടും. ഞാൻ ജോലി എന്തൊക്കെ എനിക്ക് ഈ അവസ്ഥയിൽ ജോലി കിട്ടും അന്വേഷിക്കാൻ തുടങ്ങിയാൽ ജീവിക്കണ്ടേ. എല്ലാം കൊണ്ട് നഷ്ടത്തിനും പ്രശ്നത്തിനും വീട്ടുകാരെ ഞാൻ കാരണം എല്ലാം നഷ്ടപ്പെട്ടില്ലേ വീട്ടുകാർ. അങ്ങനെ ഞാൻ എങ്ങനെ ജോലി കിട്ടുമെന്ന് ഈ വേദപുസ്തകങ്ങൾ പഠിച്ചാൽ എന്ത് ചെയ്യും? ഒത്തിരി വേദപുസ്തകമാണ്, അതുകൊണ്ട് സംഭവമാണ്. വേദപുസ്തകം നമുക്ക് അറിയാം, എനിക്ക് വേദപുസ്തകം മനസ്സിലാക്കണം. വേദപുസ്തകം ഇത്രയും പുസ്തകം ഉണ്ടല്ലോ, ഇത് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ വേദപുസ്തകമാണല്ലോ ദൈവം. എനിക്ക് എന്റെ വേദപുസ്തകം എന്റെ മേൽ പ്രവർത്തിക്കും. വേദപുസ്തകം എനിക്ക് ആരോഗ്യം, എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടും. എനിക്കന്ന് എന്തെങ്കിലും ജോലി ഇതിന് ഞാൻ ആലോചിച്ച് എന്തെങ്കിലും എനിക്കറിയത്തില്ല, എന്താ വീട് എവിടെങ്കിലും ഇരിക്കുന്ന കിട്ടുമോ, സെക്യൂരിറ്റി ആയിട്ട് കിട്ടുമോ, അത് അനങ്ങൊന്നും ചെന്നാൽ എനിക്ക് നടക്കാനിരിക്കാൻ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ആഗ്രഹിച്ച് വേദപുസ്തകം വാർത്ത കണ്ടു. വീട്ടിൽ മമ്മിയെ വിളിച്ചു പറഞ്ഞു, മമ്മി കഷ്ടപ്പെട്ടാ പറയുന്നത്, വളരെ ബുദ്ധിമുട്ടിയാ പറയുന്നത്. കോഴ്സുണ്ട് അച്ചായോ, ഇവൻ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം എന്റെ കഷ്ടപ്പെടാതെ കരച്ച് അവർക്ക് എല്ലാം നഷ്ടമായി. സൗണ്ട് അന്നേരം പിന്നെ തിരിച്ച് ചെറുതായിട്ട് വന്നു തുടങ്ങിയോ? വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടു. വേദനയാണ്. വളരെ പെതുക്കെ സംസാരിക്കും. പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ട്. ഒരു വാക്ക് പറഞ്ഞാൽ 5 മിനിറ്റ് വേണം പറയും, സംസാരിക്കും. അത് ചികിത്സ കൊണ്ടല്ല, ഡോക്ടർമാർ ചികിത്സിക്കാൻ പറ്റില്ല. പ്ലാസ്റ്റിക് സർജറി കിട്ടുന്നതാണിത്. 4 മാസം കഴിഞ്ഞപ്പോ കട്ട് ചെയ്ത് കളഞ്ഞതാ. വെന്റിലേറ്ററിലും ചികിത്സ പഴുത്തളഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞപ്പോ കട്ട് ചെയ്ത് കളഞ്ഞതാ. അതുകൊണ്ട് ചികിത്സിക്കാൻ പോലും എന്ത് ചെയ്യാൻ പറ്റും? ചികിത്സാ പോലും ചികിത്സ നടന്നത് അതിനോട് ചികിത്സയ്ക്ക് പോയിട്ടുമില്ല. പക്ഷെ ഞാൻ പതുക്കെ വളരെ ബുദ്ധിമുട്ടി സംസാരിക്കാൻ തുടങ്ങി. ഒന്നുണ്ട് പെന്തക്കോസുകാരുടെ കോഴ്സ് അവന് പോകണമെന്ന്. അവനുള്ള തള്ളും പിടിയും പ്രശ്നം എല്ലാം ഉണ്ടാക്കി, ഇത്ര അപകടം ഉണ്ട്, എല്ലാം വിറ്റ് പെറുക്കി. ഇനി 5 പൈസക്ക് വകയില്ല. വിൽക്കാനും പാത്രങ്ങൾ പോലും ഇല്ല വീട്ടില്. ആഭരണങ്ങളൊക്കെ വിറ്റു. വീടിന്റെ പ്രമാണം പണയം വെച്ചേക്കുക. ഈ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് അതിന്റെ മാസം അടയ്ക്കാൻ പോലും പറ്റുന്നില്ല. പെൻഷൻ കിട്ടുന്നതുകൊണ്ട് പലിശ അടയ്ക്കാൻ മറ്റുള്ള എല്ലാ ലോൺ എല്ലായിടത്തും ലോൺ എടുത്തു. പെൻഷൻ ലോൺ ഉണ്ട്, അതിന്റെ ബാക്കി കിട്ടുമ്പോൾ അടയ്ക്കാൻ പോലും പറ്റുന്നില്ല. ഇവൻ ഇനി പെന്തക്കോസിൽ കൂടെ പോകണം. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത് പെന്തക്കോസറിയായിരുന്നു. ഞാൻ പറഞ്ഞു സോറി, വളരെ കഷ്ടം, അറിഞ്ഞില്ല. പെന്തക്കോസ് അറിഞ്ഞില്ല. കാരണം അവർക്കിടെ ബൈബിൾ കോളേജൊക്കെ മർത്തമാന കോളേജൊക്കെ ഉണ്ടല്ലോ, ഓർത്തഡോക്സിന്റെ മർത്തമാന ഉണ്ട്. അതൊക്കെ ആയിരിക്കും വെച്ചാൽ നമ്മൾ പെന്തക്കോസ് അറിഞ്ഞില്ല. പക്ഷേ
സത്യം എനിക്ക് ചിന്ത വന്നു. ഇപ്പൊ എന്തൊക്കെ മന്ത്രവാദമാകുന്നുണ്ട്. കാരണം ചുമ്മാരെപ്പോഴും ഈ വേദോത്സവം വിളിച്ച് എന്നൊക്കെ അറിയാത്ത ഭാഷ എന്നൊക്കെ വിളിച്ച് മന്ത്രവാദമായിരിക്കും. കാരണം ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കാൻ കണ്ണടച്ചാലും ഈ വാർത്ത എന്നെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ക്രിസ്തീയ നേതൃത്വ പരിശീലനം സ്വഭാവവ്യത്യാസമേ അവർക്കും പങ്കെടുക്കാം. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതാ കാണുന്നത്. ആദ്യം എനിക്ക് വെറുപ്പായി. ഈ പെന്തക്കോസ്തർക്ക് എന്തോ മന്ത്രവാദം പേടിച്ചു. പെന്തക്കോസ്തർ മന്ത്രവാദമായിരിക്കും, അയാളൊന്ന് വാസ്തവം നടച്ച ഒരു പ്രശ്നങ്ങളായിരിക്കും. ഒരു മന്ത്രവാദം ചെയ്ത് വാർത്ത ആ പത്രത്തിലെ വാർത്ത അതുപോലെ കാണുന്നില്ല എന്നെ കണ്ണിന്. പക്ഷെ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, എന്തായാലും ആ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടല്ലേ വേദോസ്തം വായിച്ചത്. അങ്ങനെ ഒരു രാത്രി കൊണ്ട് ഞരമ്പ് ജോയിന്റ് ആയെങ്കിൽ ഈ ബൈബിൾ കോളേജ് പഠിച്ച എന്റെ ഞരമ്പ് മുഴുവൻ ജോയിന്റ് ആവും. ബൈബിൾ കോളേജ് പഠിച്ച എന്റെ എന്താ കാണുന്നല്ലേ, ഞാൻ മുഴുവൻ ജോയിന്റ് ആവും. എനിക്ക് ആരോഗ്യം വരും, എന്റെ കൈ അവർക്ക് പോലും അവർക്ക് ആരോഗ്യം വരും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ബന്ധുക്കോസിനൊക്കെ പോയാൽ ചിലപ്പോൾ കൈ പൊട്ടിക്കുമല്ലോ. ബന്ധുക്കോസിന് കൈ പൊട്ടുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അത് കവർ തൂക്കിട്ട് കൈ കവർ തൂക്കിട്ടേക്കുക. ഒരു കവറിനെ കഴിച്ച് കൈ പൊട്ടിച്ച് എന്ത് ചെയ്യും? അവരെല്ലാം അത്ഭുതം സൗഖ്യമാക്കും. എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ജോലിക്കുമോ? എനിക്കെന്താ ജോലിക്ക് പോകണമല്ലോ, കൈ വേണമല്ലോ. ബാക്കി എല്ലാവരും നടക്കും, സംസാരിക്കും. ഈ കണ്ണ് കാണത്തില്ല എന്നുവെച്ചാൽ ഡബിൾ തുറന്നാൽ ഇരുട്ട്. ഈ കണ്ണടച്ചാൽ ഇരുട്ടാണ്. കണ്ണ് തുറന്നു ചികിത്സ, ഈ കണ്ണ് വലത്തെ അടച്ചാൽ ഇരുട്ടാണ്, കാഴ്ചയൊന്നുമില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ ഞാൻ വീട്ടിൽ ശ്രമിക്കാൻ വേണ്ടി കരഞ്ഞ് എഴുതി കൊടുത്തു പറഞ്ഞു, ഞാൻ ചത്തുപോയാൽ എനിക്ക് ദോഷം ചെയ്യും. കാരണം ഈ മരണശിക്ഷയോട് വിശ്വാസമുള്ള യാക്കോബ് ഓർത്തഡോക്സുകാരല്ലേ. പക്ഷെ അതുകൊണ്ട് എനിക്ക് പോകണം. ഞാൻ പിടിച്ചു മുക്കിയാലും ഞാൻ മുങ്ങത്തില്ല. ഞാൻ ബന്ധുക്കോസിനെ പിടിച്ച് മുക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പരിചയം കഴിച്ച് ഞാൻ വന്നേക്കുന്നത് അടിയും വെട്ടും കുത്തണമെന്ന് എന്നെ ബന്ധുക്കോസിൽ മുക്കാൻ നടക്കത്തില്ല. അപ്പൊ പറഞ്ഞ കാര്യം ചെയ്യും, അന്ത്യാഗ്രഹം വിട്ടേക്കാം. എന്തായാലും ചത്തു വിട്ടേ നല്ല ലോകത്ത് മുമ്പ് ഞാൻ ചത്തുവത്ത് കാണും. മുഴുവൻ വെയിൻസിനെ കണക്കില്ല, പിന്നെ തലയൊക്കെ താഴ്ന്നിരിക്കല്ലേ. അപ്പൊ പറ്റിപ്പോയതാ, മുങ്ങിപ്പോയി, മുക്കി ഇങ്ങോട്ട് വന്നേക്കരുത്, ഇങ്ങോട്ടും പോകാൻ. ഞാൻ പറഞ്ഞ എന്നെയോ പെന്തക്കോസിന് മുക്കാണ്. അങ്ങനെ പറഞ്ഞു വണ്ടിക്കുരിക്ക് ഇതിന്റെ ബസ്സുണ്ട്, പക്ഷെ കാശൊന്നും എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നും ഇല്ലാത്ത അവസ്ഥയെത്തി. കാശുള്ള ദിവസം മാത്രം പോവാ. ഞാൻ മതി. അങ്ങനെ എന്നെ എന്റെ അപ്പനോടെ കൊണ്ട് ചേർക്കാൻ വേണ്ടി പോയി. എന്റെ രൂപഭാവം കൊണ്ടുകൊണ്ടായിരിക്കാം ഒരു പ്രാർത്ഥനയെ പോലെ തന്നെ പല്ലൊക്കെ തൂങ്ങലൊക്കെ കളയി മുറിവ് കൊറ്റപിടിച്ചൊക്കെയാണ്. ഇങ്ങനെ ഒറ്റ മുറിവിന്റെ ഒറ്റ പിടിച്ചിരിക്കുന്നേ ഉള്ളൂ. അകത്ത് പല്ലൊന്നും ഇല്ല. പല്ല് വീണത് ഫ്രണ്ടിൽ രണ്ടും തൂങ്ങിളക്കുന്നു. സത്യം പറഞ്ഞ ഭ്രാന്തനെ പോലെ. അതുകൊണ്ട് അവരെ എടുത്തു, കോഴ്സിനെടുത്തു. ഞാൻ ആ കോഴ്സിന് വീണ്ടും ബസ്സുണ്ട്. ഒറ്റ ബസ് ആ കൊല്ലമിൽ ഇറങ്ങുന്ന ബസ്സുണ്ട്. ഇല്ലെങ്കിൽ ദൂരം 3 കിലോമീറ്റർ ഉള്ളെങ്കിലും ഞങ്ങൾ വീണ്ടും 2 കിലോമീറ്റർ ബസ് സ്റ്റാൻഡാണ്, വാതിക്കര ബസ് സ്റ്റാൻഡ്. അത് 2 ബസ്സിന് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒറ്റ ബസ്സിനാണ്. അപ്പൊ രാവിലത്തെ 7:45 ബസ്സിന് പോകും. 8:30 അവിടെ ചെല്ലും. 10 മണിക്ക് ക്ലാസ്. ഉള്ളവരെയാണ് പോയി ഇരിക്കും, വേറെ വഴിയില്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ 3 ദിവസം കൊണ്ട് ഒരു കാര്യം മനസ്സിലായി. മുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന വലിയ ബന്ധുക്കോസ് പാസ്റ്റർമാർ കൊടുക്കും. പിന്നെ 2-3 ഹൈ VIP ആയ അമ്മമാരും വലിയ എന്റെ അപ്പുറത്തിരിക്കുന്നത് കായംകുളം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടറാണ് എന്റെ അപ്പുറത്തിരിക്കുന്നത്. 99 സീറ്റൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം കസേരയാണ്. VIP ക്ലാസ് റൂം. അതൊരു വലിയ ക്ലാസ് റൂം ചെയ്തിട്ടില്ല. ആ കോളേജിലെ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ട്രെയിനിങ് ഇപ്പോഴും നടക്കുന്നു. പക്ഷെ ആദ്യത്തെ ബാച്ചാണത്, ആദ്യത്തെ ബാച്ച്. അത് 2007 നവംബർ മാസമാണ്. 2006 ജനുവരി അപകടം, 7 നവംബർ മാസമാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് 2-3 ദിവസം വരെ മനസ്സിലായി ഇതെന്തോ സംഭവം എല്ലാം പറ്റിയില്ല. ബന്ധക്കോസ് ചേരുന്ന വിധങ്ങളെ കുറിച്ചും എന്താണ് ബന്ധക്കോസ് എന്നും രക്ഷയെക്കുറിച്ച്, രക്ഷിക്കപ്പെടുന്ന വിധങ്ങളെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. രക്ഷയെക്കുറിച്ച്, രക്ഷിക്കപ്പെടുന്ന രക്ഷയുടെ പ്രത്യേകത ഉണ്ടാകും. പക്ഷെ എല്ലാം പഠിപ്പിച്ചു. മനസ്സിൽ ഇനി വേണ്ട, 4ാമത്തെ ദിവസം ഇന്ന് ഇത് നിർത്തിയേക്കാം. അവിടെ ഒരു ബൈബിൾ അവിടെ ബൈബിൾ അവിടെ വെച്ചേക്കാം, അത് എടുത്തോണ്ട് അന്ന് ഇനി പോരാ, അന്നെല്ലാം തീരുമാനിച്ചു പോയതാ. പക്ഷെ അന്ന് കുപ്പിയും വെള്ളം എടുക്കാൻ മറന്നുപോയി. രാവിലെ വീട്ടിൽ നിന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ദാഹം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയും യൂറിൻ പാസും ചെയ്തോണ്ടിരിക്കണം. അന്ന് ചിരിച്ചു കുടിയതുള്ളൂ. കുപ്പി അവിടെ പോയി ഭയങ്കര തൊണ്ട ഡ്രൈ ആവുന്നു പൊടിയൊക്കെ. അപ്പൊ അവിടെ വേറൊരു പാസ്റ്റർ വന്നു. ഞാൻ പോയ ബസ് വേറൊരു പാസ്റ്റർ, ചേട്ടാ, പാസ്റ്റർ വിളിക്കത്തില്ല, ചേട്ടാ വെള്ളം വേണം. പുള്ളി എന്നെ കൈക്ക് പിടിച്ച് സ്റ്റെയർകേസ് മുകളിൽ കൊണ്ടുപോയി. കാരണം ആദ്യത്തെ കോഴ്സാ. കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരുള്ള കുറച്ച് പാസ്റ്റർമാർ താമസിക്കുന്നുണ്ട് അവിടെ. അവർ 8 തൊട്ട് 10 പ്രാർത്ഥനയാണ് അവര് എന്നെ കൊണ്ട്. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, എന്തുകൊണ്ടും ഭയങ്കര കള്ളന്മാരാ, കണ്ടില്ലേ? എന്നെ ഇവര് പിടിച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചു. എന്നെ പിടിച്ച് അവളെ കൊണ്ടിരുത്തി, കസേര കൊണ്ടിരുത്തി വെള്ളം തന്നു. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കസേര ഭയങ്കര പ്രാർത്ഥന നടക്കുക. പ്രസംഗമൊന്നുമല്ല, ആരാധന മാത്രം, പാട്ടും ആരാധനയും മാത്രം. ആമേൻ. അത്ഭുതങ്ങൾ ചെയ്യും. നമ്മളൊക്കെ വായിക്കാറുണ്ട്, കർത്താവ് യേശുക്രിസ്തു ആണ് ആദ്യം പുതിയ നിയമത്തിൽ അഭിഷേകം പ്രാപിച്ചതല്ലേ? അല്ല. എല്ലാരും പറയും പുതിയ നിയമത്തിൽ അഭിഷേകം ആരാദ്യം പ്രാപിച്ചു? കർത്താവ് യേശുക്രിസ്തു സ്നാനപ്പെടാൻ പോയപ്പോൾ, സ്നാനമേറ്റപ്പോൾ പരിശുദ്ധ പ്രാവിന്റെ രൂപത്തിൽ വന്നു. അതാണ് ആദ്യത്തെ അഭിഷേകമെന്ന്. അതല്ല ആദ്യത്തെ അഭിഷേകം. മറിയത്തിന്റെ വന്ദനസ്വരം എലിശബത്ത് കേട്ടപ്പോൾ എലിശബത്തിന്റെ ഗർഭത്തിലെ പിള്ള ഉള്ളം കൊണ്ട് തുള്ളി. എലിശബത്ത് അഭിഷേകത്താൽ നിറഞ്ഞു. അവിടെ ആരാധന ഉണ്ടായിരുന്നു, അവിടെ ദേവദാസന്മാരുണ്ടായിരുന്നു.
അവിടെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശി മരിച്ചു, ജനിച്ചിട്ട് പോലുമില്ല. യേശു ക്രിസ്തു ഭൂമി ജനിച്ചിട്ട് പോലുമില്ല. പക്ഷെ അവിടെയും എങ്ങനെ അഭിഷേകം പ്രാപിച്ചു? മറിയം എലിസബത്തിനെ കാണാൻ വന്നു. മറിയത്തിന്റെ ഗർഭത്തിൽ ആരുണ്ട്? യേശു ക്രിസ്തു രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. മറിയത്തിന്റെ ഗർഭത്തിൽ യേശു ക്രിസ്തു രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. ആ സമയത്ത് മറിയം ഓരോരു ജാതി ഓരോ ബന്ധുക്കളൊക്കെ അല്ലേ കണ്ടപ്പോൾ ഒരു ഷെയ്ക്കാന്റെ കൊടുത്ത് ഒരു ഹഗിയൊക്കെ ആയിട്ട് പറഞ്ഞാണ്, ഹായ് എലിസബത്ത് ഷാലോം, ഇത്ര പറഞ്ഞുള്ളൂ, വേറെ പറഞ്ഞില്ല, വന്നിച്ചതേ ഉള്ളൂ. അവരുടെ ഭാഷ ഹായ് എലിസബത്ത് ഷാലോം പറഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? മറിയത്തിന്റെ വായിൽ നിന്നും ഒരു വന്ദന സ്വരം കേട്ടപ്പോഴേക്കും എലിസബത്തിന്റെ ഉള്ളത്തിലെ പിള്ള പോലും ഉള്ളം കൊണ്ട് തുള്ളി. എലിസബത്ത് അഭിഷേകത്താൽ നിറഞ്ഞു. കാരണം മറിയത്തിന്റെ ഗർഭത്തിൽ ആരുണ്ട്? യേശു ക്രിസ്തു ഉണ്ട്. വചനമാകുന്ന ശക്തിയുണ്ട്. ദൈവത്തിന്റെ ശക്തി അധികാരമാകുന്ന വചനം എവിടെയുണ്ട്? മറിയത്തിന്റെ ഗർഭത്തിലുണ്ട്. നാം മനസ്സിലാക്കണം, ഈ മറിയം പ്രസവിച്ചു. യേശു ക്രിസ്തു ശുശ്രൂഷകൾ നിർവഹിച്ചു, കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു. പിതാവിന് സകല അധികാരവും അവകാശവും കൊടുത്തു. അപ്പോൾ എലിസബത്ത് അഭിഷേകം പ്രാപിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു ഇത്ര അധികാരാവകാശം ഇല്ല. ഇന്ന് എന്തുണ്ട്? പിതാവ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് സ്വർഗ്ഗത്തിൽ ചെന്നപ്പോൾ പിതാവ് അവന് സകല അധികാരവും അവകാശവും കൊടുത്തു. ഈ സകല അധികാരവും അവകാശവും കൈപ്പറ്റിയ യേശുവാണ് ഇന്ന് എന്റെ നിങ്ങളെ ഹൃദയത്തിൽ വസിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. നിന്നോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്നത് ചെയ്യാൻ സാധിക്കും. ഞാൻ പിതാവിലേക്ക് പോകുന്നുണ്ട്, അതിൽ വലിയതും അവൻ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കണം. കാരണം എന്താ? കർത്താവ് യേശു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന രക്ഷ. മറിയത്തിന്റെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അഭിഷേകം ചൊരുത്തിയെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കണം. ആ ആരാധനയിൽ ഞാനും ഒരാത്മാവിലേക്ക് വന്നു. എനിക്കൊത്തിരി വ്യത്യാസമുണ്ടായി. അന്നത്തെ 10 മണിക്കാണ് ആരാധന, 9 മുക്കാലാണ്, 10 മണിക്ക് വേറെ ക്ലാസ്സാണ്. മുതൽ നിർത്തിയപ്പോൾ പറഞ്ഞു, എനിക്കും കർത്താവ് യേശുവിനെ രക്ഷകനെ സ്വീകരിക്കണം. എന്റെ കയ്യിലെ ഈ എല്ലാ മധ്യസ്ഥ മോതിരമൊക്കെ മൂന്നാം കൊണ്ടുവരുത്തയില് അതും കറുപ്പേലുണ്ട്, ഇതൊക്കെ ഊഹിച്ചവരെ കൊണ്ട്. എന്നിട്ട് ഞാനും കർത്താവ് യേശു ക്രിസ്തു വാഗൊണ്ട് ഏറ്റു പറഞ്ഞു, ഹൃദയത്തിൽ വിശ്വസിച്ചു, രക്ഷ എന്ന ദാനം സ്വീകരിച്ചു. ഞാൻ അനുഭവിച്ചറിഞ്ഞ പ്രത്യേകത. പെന്തക്കോസി അടിയും വെട്ടുമുത്തുന്നത് എന്നെ പെന്തൂര് മുക്കാലും ചോദിച്ചു വിറ്റുന്നു പോയ ഞാൻ ആരും രക്ഷിക്കപ്പെടാൻ പറഞ്ഞില്ല. ആരും പെന്തക്കോസി ചേരാൻ പറഞ്ഞില്ല. എല്ലാവരും ആരും എല്ലാവരും കമന്റ് ചെയ്ത് ഒരു രൂപത്തിൽ ഇരിക്കില്ല, അവരെഴുതോട്ടെ. പാസ്റ്റർമാർ പോലും മൈൻഡ് ചെയ്യത്തില്ല. ഒരു അമ്മ ചെറുതായിട്ടൊരു അമ്മ ഉണ്ടായിരുന്നു, പുള്ളിക്ക് 2 പെമ്പിളരെ ഉള്ളതുകൊണ്ട് എന്നെ ഭയങ്കര സ്നേഹം. അവര് മാത്രം എനിക്കൊന്ന് സ്നേഹത്തോടെ പറയുക ചെയ്യും, വളരെ സ്നേഹത്തോടെ കൂട്ടത്തിലൊക്കെ ചെയ്യുമായിരുന്നു. വേറെ ആരും മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് ചേട്ടൻ പാസ്റ്ററാണ്, ഞാൻ ചേട്ടാ വെള്ളം കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ദൈവത്തിനെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കർത്താവിന് എല്ലാ വഴികളും അറിയാം. അങ്ങനെ ഞാൻ കർത്താവ് രക്ഷകനെ സ്വീകരിച്ചു. അന്ന് ക്ലാസ്സിൽ വന്ന് ക്ലാസ് നിർത്തി പോകണമെന്ന് വിചാരിച്ചാൽ ഇന്ന് ക്ലാസ് തുടരാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യണം, വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് വരാനും പോകാനും ഒക്കെ. നല്ല ഡ്രസ്സുകളൊക്കെ ഇല്ല, വണ്ടിക്കൂലിയൊക്കെ വേണം. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ക്ലാസ് നടക്കുമ്പോൾ വന്നൊരു വലിയ പ്രൊഫസറാണ് വന്ന് ക്ലാസ് എടുക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ കണ്ട ഏറ്റവും വലിയ കൗൺസിലിംഗ് ആണ് ക്ലാസ്, ഏറ്റവും വലിയ കൗൺസിലർ ആരാണെന്ന്. എന്ത് ചെയ്തു? എല്ലാവരും പറഞ്ഞ തെറ്റി. എനിക്കും പറയേണ്ട അവസ്ഥ അറിയാതെ പറഞ്ഞു. എനിക്ക് വേറൊന്നും അറിയത്തില്ല. വേദപുസ്തകമാണ് ഏറ്റവും വലിയ കൗൺസിലർ എന്ന് പറഞ്ഞു. അദ്ദേഹം കൈയടിച്ചു, എനിക്ക് മാറി തന്നു, എന്നെ പരിചയപ്പെടുത്തി. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ വേദസമാശയോടെ വന്നിരിക്കും. എനിക്ക് അതേ പറയാൻ വളരെ ബുദ്ധിമുട്ടേ പറയുന്നത്, 1 മണിക്കൂറിലേക്ക് പറയണമെങ്കിൽ. അന്ന് അതുവരെ മൈൻഡ് ചെയ്യാത്ത പാസ്റ്റർമാർക്ക് എന്നെ പരിചയപ്പെട്ടു. അതുവരെ എന്റെ രൂപം അതുകൊണ്ട് ഉപേക്ഷിച്ചതാണ്. മാത്രമല്ല രക്ഷിക്കപ്പെടാത്ത സ്ഥലങ്ങൾ ഓരോ ഞാൻ മാത്രം ആഘോഷിക്കുന്നത്. ഒരു പാസ്റ്ററിനൊക്കെ വന്നു, മോനെ ഞാൻ 12 വരുന്ന കാറിലാണ് വരുന്നത്, എന്തോ ബാങ്ക് മാനേജറും കൂടെയാണ്, പാസ്റ്ററുമാണ്. ഞാൻ ഞാൻ പോകുമ്പോ കൊണ്ടുവിട്ടേക്കാം, രാവിലെ വരുമ്പോ നോക്കി വണ്ടിക്ക് കാശില്ല, നാളെ പോകണ്ട, പല കാരണങ്ങൾ പോകണം. ദൈവനെ പോകുന്ന വഴിക്ക് സത്യം പറയാൻ കരഞ്ഞുപോയി. വെറുതെ ഏറ്റവും വലിയ തുണിക്കട കയറിയിട്ട് എനിക്കൊരു ബ്ലാക്ക് പാന്റും വൈറ്റ് ടീഷർട്ടും എന്റെ സ്വപ്നം. ഇതൊക്കെ വളരെ കറുപ്പ് കിട്ടുകൊണ്ട് വരുന്നത്. എനിക്കാണ് അവരുടെ പണ്ടത്തെ പഴയ കാലത്തേ ഉള്ളൂ. പക്ഷെ എനിക്കും അത് കിട്ടി. അത്ഭുതങ്ങൾ വീട്ടിൽ പറയാൻ പറ്റുമോ? അന്നത്തെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ദൈവത്തെ കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചു, അറിഞ്ഞു, രക്ഷിക്കപ്പെടുന്ന അനുഭവം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. പിന്നീട് ഞായറാഴ്ചകളിൽ
എന്നെ ഏതെങ്കിലും പാസ്റ്റർമാരെ വിളിച്ചോണ്ട് പോകും. പരിപാടി പള്ളിയിൽ പോയി ഞാൻ യാക്കോബായിൽ പോയിട്ട് പള്ളിയുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുകയാണ്. 10 മണിക്കല്ല 9:30 പള്ളി വരികയുള്ളൂ. അങ്ങനെ ഞാൻ കൈമുത്താൻ പോകാതെ, കാരണം കൈമുത്ത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം തെറ്റുകൾ മനസ്സിലായി. പക്ഷെ വീട്ടിൽ നിൽക്കേണ്ടതുകൊണ്ട് മാത്രമേ പള്ളിയിൽ പോയി തുടങ്ങി. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഞാൻ 2008 ജനുവരി 13 ഒരു കൺവെൻഷൻ സ്റ്റാനപ്പെടാൻ തീരുമാനിച്ചു. ആ കൺവെൻഷൻ സ്റ്റാനപ്പെടാൻ എന്റെ വീട്ടിൽ ഞായറാഴ്ച വിട്ടില്ലെങ്കിലും അവിടെ താമസിക്കാൻ എനിക്ക് മാത്രമേ പോയി വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് താമസിക്കാൻ എനിക്ക് അവസരം പാസ്റ്ററൊക്കെ വരുന്നു. വലിയ കൺവെൻഷൻ, വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പാസ്റ്റർമാർക്ക് മാത്രം റൂമുണ്ട്. എവിടുത്തെ കൺവെൻഷൻ? അത് കല്ലുമല കൺവെൻഷൻ, കല്ലുമല വേറൊരു അവന്റെ അടുത്തൊരു സഭയില്. അങ്ങനെ അവിടെ ഞാൻ സ്നാനപ്പെടുന്നത് താമസിക്കുന്ന റൂമിൽ നിന്ന് പറഞ്ഞാൽ റെയ്നാൾഡ് പോങ്കയുടെ കൺവെൻഷന്റെ കൗണ്ടർ ഉണ്ട് അവിടെ. തൃപ്പൂണിത്തുറ വെച്ച് 2008 ഏപ്രിൽ മാസം റെയ്നാൾഡ് പോങ്കയുടെ കൺവെൻഷൻ നടത്തുന്നു. 2008 ജനുവരി മാസമാണ് എന്റെ സ്നാനം ആ കൺവെൻഷൻ. അപ്പോൾ റെയ്നാൾഡ് പോങ്കയുടെ കൺവെൻഷൻ കൗണ്ടർ ഉണ്ട്. ആ കൺവെൻഷൻ കൗണ്ടർ എന്തുണ്ട്? പാസ്സാണ്. അവിടുത്തെ ഫയർ കോൺഫറൻസ് കൺവെൻഷൻ ഫയർ കോൺഫറൻസ് പാസ് എടുക്കണമല്ലോ. ആ പാസ്റ്റർ എന്റെ റൂമിൽ കടന്നതും എന്നെ സ്നാനത്തെ കുറിച്ച് പഠിപ്പിച്ചതും ഒരാഴ്ച മുന്നേ ക്ലാസ് എടുത്തതല്ല. സ്നാനപ്പെട്ട് കയറി അന്ന് ലാസ്റ്റ് ദിവസം പുള്ളിക്കാരൻ പറഞ്ഞു, കാര്യം ചെയ്യും, റെയ്നാൾഡ് പോങ്കയുടെ കൺവെൻഷന്റെ വോളണ്ടിയേഴ്സിന്റെ പാസ് ഫ്രീ ആയിട്ടാണ് വരാൻ. ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടിക്കൂലി കാശില്ല, വരാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ലിസാമ ചെറുനാട്ടിൽ അമ്മാമ ഉണ്ടായിരുന്നു. പുള്ളിക്കാരെ പറഞ്ഞു ഇവനെ ഇവിടുന്ന് വോളണ്ടിയേഴ്സിന് ലീഡറായിട്ട് പേരെഴുതിക്കുവോ? അപ്പൊ കുഴപ്പമില്ല, വോളണ്ടിയേഴ്സിന് ലീഡറായിട്ട് ഇവനെ കൊണ്ടുപോയാൽ മതിയെന്നു. അയ്യോ സത്യം പറഞ്ഞ പെന്തക്കോസ്തൽ വട്ടം എനിക്ക് അന്നാ ബോധ്യമായത്. കാരണം എന്താ, 30 ലക്ഷം പേർ പങ്കെടുക്കുന്ന റെയ്നാൾഡ് പോങ്കയുടെ കൺവെൻഷൻ, അതിന്റെ വോളണ്ടിയേഴ്സിന്റെ ലീഡറായിട്ട് ഞാൻ പോകാൻ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടി, കണ്ണിനെ കാഴ്ച വളരെ ബുദ്ധിമുട്ടി, കൈയൊക്കെ അവരിൽ നിന്ന് സ്റ്റാനപ്പെടാൻ വേണ്ടി ഉരുക്കൊണ്ട് വന്നതാണ്. ആദ്യം മുൻകേണ്ടി നടക്കണം, ആരോഗ്യമില്ല, BP ഷുഗറും വളരെ കുറവാണ് എനിക്ക്. മുറിവെല്ലാം കരിഞ്ഞു. പക്ഷെ ഒന്നിനും ഇതില്ല, കൈക്ക് ബലമില്ല, ഒരു കാല് വളരെ ബുദ്ധിമുട്ടി, ചവിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, പെടലി വളരെ നേരമൊക്കെ അവരുടെ വേദനയുണ്ട്, സംസാരമൊക്കെ വേദനയുണ്ട്, മുറിവ് കരിഞ്ഞു, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കണ്ണിലെ കാഴ്ച കണ്ണ് വളരെ ബുദ്ധിമുട്ട്, ഇരുട്ടായിട്ടേ കാണത്തുള്ളൂ. ഞാൻ ഒന്നിനുണ്ടല്ലോ അവിടുത്തെ പോസ്റ്റർ എഴുതി വെച്ചത് 30 ലക്ഷം പേർ കൺവെൻഷന്റെ ഫയർ കോൺഫറൻസിലേക്കുള്ള കൗണ്ടർന്ന് എഴുതി വെച്ചേക്കുന്നു. ഞാൻ പേടിച്ചു, സത്യം ഇവരെ കൊല്ലും, ഇനിയിപ്പോ ഇവരെ കൊല്ലും, കാരണം ദിവസം സ്നാനപ്പെട്ടു പോയില്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും, ഊരാൻ പറ്റുമോ? അന്നാ പാസ്റ്റർ ആയിരുന്നു, മോനെ ഇത് ജനുവരി മാസമാ, നീ ചത്തുപോകും, വരാൻ പറ്റുന്നതൊക്കെ പറഞ്ഞ് നിർത്തിപ്പോന്നൊക്കെ പറഞ്ഞ് നീ വന്ന് സ്നാനപ്പെട്ടില്ലേ വെള്ളത്തിൽ വാങ്ങി, അത്രയൊക്കെ നീ സംഭവിച്ചെങ്കിൽ അന്ന് എന്റെ കൂടെ എന്റെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ്. ഞാൻ ആരും അറിയാതെ പോയതാ, പക്ഷെ എന്റെ കൂടെ നിൽക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ. എനിക്ക് വേണ്ടി ദൈവം കൊണ്ട് എന്റെ ഫോട്ടോ എടുക്കുന്നു, എന്റെ കൂടെ നിൽക്കുന്നു, എനിക്ക് എല്ലാ സപ്പോർട്ട് ആൾക്കാരുണ്ട്. ഒരാഴ്ച ക്ലാസ് എടുക്കാൻ ഞാൻ ഉണ്ടായിരുന്നില്ലേ, അറിയത്തിലൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയെങ്കിൽ ഏപ്രിൽ മാസമാണ് കൺവെൻഷൻ, നിനക്ക് ദൈവം ആരോഗ്യം തരുവാണെങ്കിൽ നീ വന്നാൽ മതി, എനിക്ക് വേണ്ട, ഞാൻ നിന്റെ പേര് വോളണ്ടിയേഴ്സ് എഴുതിയേക്കാം, നീ വന്നതിന് ഞാൻ ആളായിക്കോട്ടെ ഇഷ്ടം പോലെ. അപ്പൊ ഞാൻ ശരിയാ, അയാൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ എനിക്കൊരു ആഗ്രഹം, ഞാൻ ജീവിതത്തിൽ പോകുന്ന ആദ്യത്തെ കൺവെൻഷൻ ഈ കല്ലുമല IM-ന്റെ കൺവെൻഷനാണ്. രണ്ടാമത്തെ കൺവെൻഷൻ പോകാൻ 30 ലക്ഷം പേരൊക്കെ ഒരുമിച്ച് കണ്ടിട്ടില്ല. പിന്നെ ഞാനൊരു ലോകം മുഴുവൻ പരിഗണിച്ചു. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ നാട്ടുകാരെ കളിയാക്കും ബസ് സ്റ്റോപ്പിൽ നിന്ന്. എടാ പെന്തക്കോസ്തുകാർക്ക് 3-4 കാര്യങ്ങളുണ്ട്, അവർ കൈ കൊട്ടണം, വിളിച്ചു പോകണം, തുള്ളിച്ചാണ്, നൃത്തം വെക്കണം. നീ ഏതൊക്കെ ചെയ്ത് കാണിച്ചു? നീ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയില്ലേ, പാസ്റ്റാവല്ല പഠിക്കുന്നത്. അതെല്ലാം നിന്നെ അവർ ചവിട്ടി പുറത്താക്കും. അവർ നിന്റെ ഫോട്ടോ എടുത്തിട്ട് കാശുണ്ടാക്കും. അവർ കാശുണ്ടാക്കും. പെന്തക്കോസ്തുകാർ കള്ളന്മാർ, കാശുണ്ടാക്കാൻ വേണ്ടി പരിപാടി. നിന്റെ ഈ രൂപ വാങ്ങുന്ന ആരും കാശ് കൊടുക്കത്തില്ലേ? അവർ അമേരിക്കയിൽ വെച്ച് കാശുണ്ടാക്കിയിട്ട് നിന്നെ ചവിട്ടി പുറത്താക്കി. ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ശരിയാണെങ്കിൽ പെന്തക്കോസ്തൊക്കെ എന്ത് ചെയ്യണം? കൈയടിക്കണം. എനിക്കൊരു കൈ അനങ്ങത്തില്ല, കൈ മുറിഞ്ഞു പോകണം. ഇപ്പോഴും കൈ നന്നാമത്തെ കൈ ഒരിക്കലും നന്നാമത്തെ, കാരണം മുറിഞ്ഞു പോയതാണ്. അത് പോസ്റ്റ്മാൻ കുത്തിക്കെട്ട് വെച്ചതാ. കൈന് ചികിത്സിക്കാൻ പറ്റത്തില്ല. ഇത് മുറിച്ച് കളഞ്ഞിട്ട് വേണം പെയിൻസ് ജോയിൻ ചെയ്യാം. ഈ കൈക്ക് താഴോട്ട് ആരോഗ്യം വരും. കൈപ്പത്തി മുറിച്ച് കളഞ്ഞാൽ ഇതിനകത്തെ ഞരമ്പുകൾ ജോയിൻ ചെയ്താൽ താഴോട്ട് ആരോഗ്യം വരും, അല്ല ആരോഗ്യം വരത്തില്ല. ഞാൻ കൈ കൊട്ടാൻ പറ്റൂ, തുള്ളിച്ചാടാൻ പറ്റൂ, വിളിച്ചു ബന്ധുക്കൾ വിളിച്ചു പോലും പോലെ നോക്കിയാ എനിക്കൊന്നും പറ്റില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഈ പറഞ്ഞ ഒരുത്തനും ഞാൻ കൈയടിക്കുന്ന ശബ്ദത്തിന് കൈ അടിക്കത്തില്ല. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ആമേൻ. എന്നുവെച്ചാൽ അന്ന് കൈ അനക്കാൻ പറ്റാത്തവൻ കളിയാക്കിയപ്പോൾ ഞാൻ കരഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ കൈയടിക്കുന്ന ശബ്ദത്തിൽ അവൻ കൈ അടിക്കത്തില്ല. അതും എന്റെ കൈ ആരോഗ്യമുള്ള കൈയല്ല, മുറിഞ്ഞു തളർന്നു പോയ കൈ കൊണ്ട് ഞാൻ കൈയടിക്കും. ദൈവത്തിന്റെ ശക്തി അതാ, ദൈവത്തിന്റെ സാന്നിധ്യം അതാ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് ഇവരുടെയൊക്കെ മുമ്പിൽ എനിക്ക് റെയ്നാൾഡ് പോങ്ക് കൺവെൻഷന് പോകണം.
അവളെ ഓണ്ടോട്ട് ബന്ധുക്കോസര ഇഷ്ടം, ബന്ധുക്കോസര ആൾക്കാരെ എന്നെ ബന്ധുക്കോസര കാണാൻ വന്നിട്ടില്ല, ബന്ധുക്കോസരം തഴഞ്ഞിട്ടേക്ക് തന്നെ ആർക്കും എന്നെ വലിയ വലിയ അക്ക ഓർത്തത് കാരണം വീട്ടുകാരെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലേ. അങ്ങോട്ട് പോയി കൊടുക്കേണ്ട ഒരു കാര്യം കാണാൻ പോലും വരാഞ്ഞു. ആ അവസ്ഥയിൽ അവർക്ക് എനിക്കും പോകണം. ഞാൻ പോയി റെയിനാത്മക കൺവെൻഷൻ വോളണ്ടിയേഴ്സ് ലീഡറായി. അവിടുത്തെ ഒരു പ്രയർ ഗ്രൂപ്പില് ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഓർത്തു നോക്കി, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇനി ഞാൻ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഞാൻ പോയി കൺവെൻഷൻ പങ്കെടുത്തു, സാക്ഷ്യം പറഞ്ഞു. ആ കൺവെൻഷനിലും 10 മിനിറ്റ് അരമണിക്കൂർ എടുത്തു, കാരണം എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ. അങ്ങനെ ഷാരോൺ സഭയുടെ ഡൂലോസ് തിയോളജി കോളേജിലെ ബന്ധമുള്ളവർക്ക് എന്നെ പരിചയപ്പെട്ടു. എന്നെ അവിടുത്തെ അഡ്മിഷൻ വാങ്ങിച്ചേരാന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു ആഗ്രഹം, അവിടെ പഠിച്ചാൽ കോളേജല്ലേ, ഫീസ് കൊടുക്കണ്ട, താമസം ഭക്ഷണം സൗജന്യമാണ്, അവിടെ ചെന്നാൽ മാത്രം മതി. ഞാൻ വീട്ടിൽ പറഞ്ഞു ഇതുപോലെ എനിക്ക് കോഴ്സിന് പങ്കെടുക്കണം. വീട്ടിൽ ശരി, ഇവൻ അന്ന് ഈ കോഴ്സിന് വിട്ടിട്ട് മുങ്ങി വീട്ടിൽ അറിഞ്ഞിട്ടില്ല. പിന്നെ ആ കോഴ്സിന് വിട്ടാമെന്ന് വിചാരിച്ചു. അവർ താമസിച്ചോളൂല്ലോ, അങ്ങനെ രക്ഷപ്പെട്ടോട്ടെ. കാരണം എന്റെ എല്ലാ അവസ്ഥയും വീട്ടിലൊക്കെ ചെയ്യാൻ എല്ലാം നഷ്ടപ്പെട്ടില്ലേ. ഞാൻ ആരും ഡൂളസ് മേഖലയിൽ പഠിക്കാൻ തുടങ്ങി. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും, ഈ ഒരു വർഷം ആകാറായപ്പോഴേക്കും അവിടെ തലയിറങ്ങി താഴെ വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ പാസ്റ്റർമാരില് ഡോക്ടർമാർ ഭീഷണിപ്പെടുത്തി. കാരണം ഇത്രയും BP ഷുഗറും കുറവുള്ള ആളെ ഹോസ്പിറ്റലിൽ പഠിപ്പിക്കുന്ന ക്രിമിനൽ കേസായിട്ട് വരും. വീട്ടിലറിയിച്ച് വിളിച്ചാലേ വെള്ളത്തോളം, വീട്ടിലറിയിച്ചാൽ അപ്പനും അത്രയ്ക്കും BP ഷുഗറും ലോയ. എനിക്ക് ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാ. എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. ഞാൻ വീട്ടിൽ പറഞ്ഞു, മമ്മി പറ്റിപ്പോയതൊന്നും അല്ല, ഞാൻ സത്യം ദൈവത്തെ അറിഞ്ഞ് സ്ഥാനപ്പെട്ടതാ. ഇന്നത്തെ വീട്ടിലുള്ള ഇഷ്ടക്കണക്കങ്ങളും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നീ ഇവിടെ നാട്ടിലെങ്ങും പറഞ്ഞേക്കരുത്, ഞങ്ങളൊന്നും പറയത്തില്ല. എനിക്കൊരു ആഗ്രഹം, ഒരു ദിവസം ഞാൻ വീടിന്റെ അപ്പുറത്ത് IPC ഡിസ്ട്രിക്ട് ചർച്ച, അതിനെ കാണാനൊന്നും വന്നിട്ടില്ലെങ്കിലും അവിടെ പോയി വീടിന്റെ പുറകെ കൂടെ കയറി, വീടിന്റെ വസ്തുവിന്റെ പുറകെ കൂടെ കയറി ഒരു 1/2 കിലോമീറ്റർ ഉള്ളത് പോയാൽ വീടിന്റെ നാട്ടിൽ കാണത്തില്ലല്ലോ, അവിടെ പൊക്കോളാൻ പറഞ്ഞു. അവിടെ പോയി അവിടുത്തെ ഡിസ്ട്രിക്ട് പാസ്റ്റർ, അദ്ദേഹം ഡാളസിലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ, വർഷത്തിലൊരിക്കലും വരുത്തുള്ള കൺവെൻഷൻ വന്നിട്ട് വന്നു കണ്ടു. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ പഠിക്കാൻ അങ്ങ് പോകുന്നില്ലല്ലോ, ഇവിടുത്തെ അംഗമായിട്ട് തുടരാം, കുമ്മനാട് കോളേജിൽ പഠിക്കാൻ ആദ്യത്തെ വർഷത്തെ ഫീസ് ചെയ്യാൻ തരാം എന്ന് പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. കുമ്പനാടെന്ന് പറഞ്ഞത് വലിയ സംഭവം കേട്ടിട്ട്, കുമ്പനാട് പോയിട്ടില്ല, അതുവരെ ഞാൻ കുമ്പനാട് പോയിട്ടില്ല, കേട്ടിട്ട് കുമ്പനാടെന്ന് അപ്പി എന്തൊക്കെ രാജാട്ടൊക്കെ വിചാരിച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി അവിടെ അഡ്മിഷൻ എടുത്തു. മാസം ഫീസ് കൊടുക്കണമായിരുന്നു, അത് അദ്ദേഹം തന്നു 1 വർഷം. 2ാമത്തെ വർഷം എങ്ങനെ പഠിച്ചുവെന്ന് എനിക്കും എന്റെ കർത്താവിനുമല്ലാതെ ആർക്കും അറിയില്ല. ഞാൻ വളരെ വേദനയോടെ പഠിക്കുന്ന ആഗ്രഹത്തോടെ പഠിച്ചു. 3ാമത്തെ വർഷം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ പൈസ ഇല്ലാതെ ഞാൻ അതൊന്നും പറയാതെ നാളെ കളാതെ പറയാൻ നിർത്തി പോരുന്നു. അത് വേറെ വഴിയില്ല. 1 വർഷം വിളി കൊടുത്തു, സംഭവം ശരി തന്നെ. അതൊരു എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. പക്ഷെ 2ാമത്തെ വർഷം എങ്ങനെയൊക്കെ 3ാമത്തെ വർഷം ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് മുമ്പ് ഞാൻ നിർത്തിപ്പോയിരുന്നു. വേറെ ഇവിടുന്ന് എന്റെ വീട്ടിൽ വഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇന്ന് നടന്ന് ഒരു മലയിൽ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട്, അവിടെ ഒരു പ്രാർത്ഥന ഉണ്ട്. എന്റെ ഒരു സുഹൃത്താണ്, ബൈബിൾ കോളേജ് പരിചയപ്പെട്ട അവന്റെ അവിടെ അവൻ ലീവിന് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഞാൻ ഒരു ദിവസം പോയപ്പോൾ വഴി ഒരു പാസ്റ്ററെ കണ്ടു. പോകുന്ന വീട്ടിലുള്ളത് 1/2 കിലോമീറ്റർ വീടിന് ഒരു പാസ്റ്ററെ കണ്ടു. എന്ന് വെച്ചാൽ ആ വീട്ടിലെ അമ്മച്ചിയുടെ മകനാണ്. അന്ന് ഓട്ടോ ഓടിക്കുമായിരുന്നു. ഇപ്പൊ അദ്ദേഹം കാറ്ററിംഗ് ബിസിനസ് ഒക്കെയാണ്. എന്റെ പോലീസുകാർക്ക് വഴി കാണിച്ചു കൊടുത്തല്ല, ഞാൻ ശവം കിടക്കുന്നു എന്ന് പറഞ്ഞപ്പം ആ ശവമുള്ള വീട് കാണിച്ചു കൊടുത്തത് ആ അച്ചായനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് പാസ്റ്റർ കണ്ടു. പാസ്റ്റർ സ്തോത്രം എന്നോട് പറഞ്ഞു. ഞാൻ പാസ്റ്റർ സ്തോത്രം കൊടുത്തു. അപ്പൊ അവിടെ അമ്മച്ചാണ്, എടാ തങ്കച്ച പറഞ്ഞില്ലേ നമ്മളെ മോൻസി എന്നൊരു ശവത്തിന് പോലീസുകാരുടെ അജ്ഞാത വഴി കാണിച്ചു കൊടുത്തില്ല, അത് ഇവനായിരുന്നു. ഇവനിപ്പം ദൈവക്കൊള്ള പറഞ്ഞു കഴിഞ്ഞ് ദൈവത്തിന്റെ വിളിയുള്ളവനാന്ന് പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ചു, കയറി വീട്ടിൽ കയറി. പുള്ളി ആരാന്നറിയുമോ? പാസ്റ്റർ KG ഗീവർഗീസ്, ഷാലോം പ്രയർ ഫെലോഷിപ്പ് ഇൻ ഇന്ത്യയുടെ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റ് ആണ് ഗുജറാത്തില്. അവിടെ KG ഒക്കെ സംസാരിച്ചു. പുള്ളിയുടെ ഫോൺ നമ്പർ എനിക്ക് തന്നു, എന്റെ നമ്പർ വാങ്ങിച്ചു. പുള്ളിനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പുള്ളിനെ വിളിച്ചു പറഞ്ഞു, നിന്റെ അക്കൗണ്ട് നമ്പർ അയച്ചതാ, ഞാൻ പൈസ ഇട്ട് തരാം, ഞാൻ ട്രെയിനിന്റെ നമ്പരും സമയം കാലം നീ അത് റിസർവേഷൻ ചെയ്തിട്ട് നേരെ ഗുജറാത്തിലേക്ക് പോവാ. 1 മാസത്തെ പ്രയർസ് ചിൽഡ്രൻസ് മിനിസ്റ്ററി ഉണ്ട് വരാൻ. ഞാൻ പേടിച്ചു ചോദിച്ചു, എനിക്ക് വട്ടാണ്, എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഗുജറാത്തിലേക്ക് പോകാൻ 2-3 ദിവസത്തെ യാത്രയുണ്ട്. ഇന്ന് ഞാൻ അങ്ങ് പോയേക്കാം, ദൈവം അത്ഭുതം ചെയ്യാൻ. ഞാൻ റെയിൽവേ കൺവെൻഷനെ പോയില്ലയോ. പക്ഷെ വീട്ടുകാര് എന്നെ തല്ലി കൊല്ലുന്നല്ലോ. നീ എന്തി പറയാ, നിനക്ക് വട്ടാണോ? ഒന്നാമത് എനിക്ക് ബോധമില്ല. 3 ദിവസം ട്രെയിനെ ഒറ്റയ്ക്ക് പോകാൻ, പിന്നെ എന്നെ പിടിച്ചു കൊല്ലത്തേണ്ടതുണ്ട്. ഞാൻ ഒന്ന് കൊന്നോട്ടെ, ചത്തേക്കാം. അങ്ങനെ
ഞാൻ ഗുജറാത്തിലേക്ക് പോകാൻ പോകും. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാവും. ട്രെയിനിൽ പണ്ടൊക്കെ ട്രെയിൻ യാത്ര ചെയ്യണം, ഈ ബോധം വന്നിട്ട് വലിയ ആരോഗ്യമൊന്നുമില്ല, ശ്വസിക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. വായിക്കോട്ടെ ഇങ്ങനെ ശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ട്രെയിനിൽ എങ്ങനെ യാത്ര ചെയ്യും? എന്ത് ചെയ്യും? ആരെങ്കിലും കള്ളന്മാരെ പിടിച്ചാൽ എന്ത് ചെയ്യും? ഒരു വഴിയില്ല. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരിക്കുമ്പോൾ അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ആന്റി അച്ഛൻ അങ്കിളോട്ടിരിക്കുന്നത് ഓർമ്മ മനസ്സിലാത്ത വിശ്വാസ സ്തോത്രം പറഞ്ഞ സ്തോത്രം എങ്ങോട്ടാ? ഞാൻ വളരെ കഷ്ടപ്പെട്ട് സംസാരിക്കുന്ന ബുദ്ധിമുട്ടാ. ഞാൻ ഇവിടെ ഗുജറാത്തിലേക്ക് പാസ്പോർട്ട് വെച്ചിട്ട് പോവാ. എന്റെ സാക്ഷ്യം പകുതി പറഞ്ഞു. ഞങ്ങളും ഗുജറാത്തിലേക്ക്, നീ പേടിക്കണ്ട, വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുക, റിസർവേഷൻ കൺഫേം ആയില്ല, പേടിക്കണ്ട, ഞങ്ങൾ ഉടുതി പോരാൻ. ഞങ്ങൾ നോക്കിക്കോളാം. ഗുജറാത്തിലെ അഹമ്മദാബാദ് സെക്രട്ടേറിയറ്റിലെ ക്ലർക്കാണ് അദ്ദേഹം, വിശ്വാസിയാണ്. ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോകും, എന്ത് ചെയ്യും? പക്ഷെ ദൈവം എല്ലായിടത്തും എനിക്ക് കരുതിയിരിക്കും. ഓർത്തോക്കണേ, ആദ്യമായിട്ട് ഈ വയ്യാതായതിനു ശേഷം ബോധം പോലും ശരിക്കും വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു ഹാഫ് മെന്റൽ പേഷ്യന്റിനെ പോലാണ് എന്റെ അവസ്ഥ. പക്ഷെ കൊണ്ടുപോകാൻ ദൈവം ട്രെയിനെ വരെ ആ റെയിൽവേ സ്റ്റേഷൻ റിസർവേഷൻ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ റിസർവേഷൻ ചെന്ന് ഞാൻ വിശ്വാസത്തെ ഞാൻ പോയി. റിസർവേഷൻ വേണ്ട, ദൈവം നോക്കും. ആദ്യ വിശ്വാസം ഭയങ്കര വിശ്വാസം എനിക്കൊന്ന്, ഇപ്പൊ അത്ര ഇല്ല. അതുകൊണ്ട് ദൈവം എന്നെ കൊണ്ടുപോകാനുള്ള ആള് ഒരുക്കി. ലോക്കലല്ല, ഗുജറാത്ത് അഹമ്മദാബാദിലെ സെക്രട്ടേറിയറ്റിലെ ക്ലർക്കാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നമ്പറൊക്കെ തോന്നുന്നു. അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എന്റെ വീട്ടിൽ കേട്ട് അഹമ്മദ് ഇറങ്ങിയത് ഞാൻ കാറുകൊണ്ട് കൊണ്ടുപോകണം. തിരിച്ചു റിസർവേഷനൊക്കെ ഞാൻ ഇതിലേക്ക് തന്നോളാം. ദൈവം എല്ലാം കരുതുന്നവൻ, നിനക്കായി കരുതുന്നവൻ, നിന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, നിന്നെ കൈവിടാത്തവൻ, ഇന്നലെയും ഇന്നും എന്നും കൂടെയുള്ള കർത്താവായ യേശു. അങ്ങനെ അത് കഴിഞ്ഞു നാട്ടിൽ വന്നു, പ്രേയർസ് എല്ലാം ആരംഭിച്ചു. പ്രേയർസ് ദൈവം വളർത്തുവാൻ തുടങ്ങി. എനിക്ക് കല്യാണം കഴിക്കണമെന്നൊക്കെ തീരുമാനിച്ചു. കാരണം ചിലരോട് കണ്ടായി എനിക്ക് അത്യാവശ്യം ആരോഗ്യം, പണിക്കുവാൻ ആരോഗ്യമൊന്നുമില്ലല്ലോ. പക്ഷെ പല മാസ്റ്റർമാരുടെ ദേവദാസനെ ഉപദേശിച്ചു തന്നെ എന്താണ് ദൈവവേലയെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും എനിക്ക് ബോധ്യമായി. ഞാൻ എഴുതി വെച്ചിട്ട് ഓർക്കാൻ തുടങ്ങി. ഒരു കല്യാണം ദൈവഹിതപ്രകാരം. അങ്ങനെ ഞാൻ വിവാഹം ഒരു പാസ്റ്റർ മുഖേന വന്നു. അതും എന്റെ വീട് മാവേലിക്കര, ആളെ നെയ്യാറ്റിങ്കരയാണ്. നെയ്യാറ്റിങ്കര കാരക്കോണം, തിരുവനന്തപുരം അറ്റമാണ്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. പെണ്ണ് കാണാൻ എന്റെ അപ്പനെ വിളിച്ചെന്ന് വന്നു. എനിക്ക് ദൈവത്തിന്റെ ആളുകളോട് ഞാൻ ഇഷ്ടപ്പെട്ടാ വരുന്നതാണ്. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ ഹിതമെന്ന് അറിഞ്ഞാണ് വരുന്നത്. എല്ലാം സമ്മതിച്ചു, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്റെ അപ്പനെ ഇഷ്ടപ്പെട്ടില്ല. കാരണം നാടാർ ക്രിസ്ത്യനാണ്, ഞങ്ങൾ യാക്കോബക്കാരും, വീട്ടുകാർക്ക്. പിന്നെ രണ്ടാമത് ഒരു വളരെ പാവം പിടിച്ചൊരു വീടാണ്. 3 പെമ്പിളാണ്, ഇളയ മോളാണ് ഞാൻ കെട്ടേണ്ടത്. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ തീരുമാനിച്ചു. വീട്ടിൽ എതിർപ്പുകളായി, കല്യാണം കഴിഞ്ഞു, വീട്ടിൽ നിന്ന് പുറത്തായ എന്റെ തുല്യപ്പെട്ട അവസ്ഥയിലായി, അവരവസ്ഥയിലായിട്ട് മാറി. പക്ഷെ കർത്താവ് കൈവിട്ടില്ല. ഞാൻ ഒരു ദേവദാസന്റെ ഗൾഫില് കുമ്പനാട് കോയിപ്പുറത്ത് അടച്ചുപൂട്ടിപ്പോ ഒരു സഭ എനിക്ക് തന്നു താമസിക്കുവാൻ. ആ സഭ വർക്ക് ചെയ്തു, സഭയായിട്ട് വളർന്നു. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എന്നെ ഉപയോഗിച്ചു. എരുമേലി മുക്കടയിലേക്ക് ഒരു സഭയിലുള്ള പാസ്റ്റർ അറ്റാക്ക് മരിച്ചുപോയി. അങ്ങനെ ദൈവകൃപയാൽ ആ ഫിലഡൽഫിയ ചർച്ചിന്റെ എരുമേലി മുക്കട സഭയിലെ പാസ്റ്ററായിട്ട് ഞാൻ ചാർജ് എടുത്തു. യേശു ആർക്കും കടക്കാരനല്ല, യേശു ആർക്കും ബാധ്യതയല്ല. യേശു പറഞ്ഞാൽ വാക്കുമാറത്ത വിശ്വസ്തനാണവൻ. എന്റെ വാക്ക് കേട്ടിറങ്ങി, ഞാൻ യേശുവിന്റെ വാക്ക് കേട്ടിറങ്ങി. എന്നെ പുലർത്തുവാൻ യേശു അന്നും ഇന്നും കൂടെയുണ്ട്. എന്റെ വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ മാസം ഇവിടെ നാട്ടില് ഒരു പാസ്റ്റർ ഒരു ഫാസ്റ്റിംഗ് പ്രസംഗിക്കാൻ വിളിച്ചാൽ വന്നു. തിരിച്ചു പോകാൻ എന്റെ വൈഫിന് ഒരു ചെറിയ പനിയും ബുദ്ധിമുട്ടും ഒക്കെ. പിറ്റേ ദിവസം ചിക്കൻ ബോക്സ് ആണ്. ആ ചിക്കൻ ബോക്സ് ആണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ചെക്ക് പ്രഗ്നന്റ് ആണ് അവൾ. അന്നേ പറഞ്ഞു എന്ത് ചെയ്യണം, അബോർഷൻ ചെയ്യണം. കാരണം 90% കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാകും. കുഞ്ഞിന് തള്ളക്ക് ജീവനുണ്ടാവാൻ ചാൻസ് ഇല്ല. 90% കുഞ്ഞിന് എന്തുണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. തള്ളക്ക് ജീവനൊടിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അബോർഷൻ ചെയ്യണം. ഞങ്ങൾ സമ്മതിച്ചില്ല. മെഡിക്കൽ ഓഫീസറുടെ വീട്ടിൽ വന്നു. അമ്മയും ചെയ്യാൻ സർക്കാരിലേക്ക് പറ്റത്തില്ല. അങ്ങനെ അത്ഭുതങ്ങൾ സമ്മതിച്ചു. മെഡിക്കൽ കോളേജ് എസ്റ്റേറ്റിലേക്ക് വിട്ടു. അവിടെയും അത്ഭുതകരമായി ദൈവം പോറ്റി. പ്രസവിച്ചു. അന്ന് ഡെങ്കിപ്പനി വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ കുഞ്ഞിനെ നേഴ്സറിലേക്കും തള്ളെ ഫീവർ വാർഡിലേക്കും ഡെങ്കിപ്പനി പ്രസവിച്ചപ്പോൾ ഡോക്ടർമാർ കൈമാർത്തി. കാരണം ജനിച്ച ശിശുവിന് ആരോഗ്യമില്ല, പ്രസവിച്ച സ്ത്രീക്കും ആരോഗ്യമില്ല, പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു. 19 ദിവസം 19 ദിവസം ഡിസ്ചാർജ് ആയി. ലോകം മുഴുവൻ പറഞ്ഞു ചിക്കൻ ബോക്സ് വന്നതുകൊണ്ട് സ്റ്റാർട്ടിങ് ദിവസം കുഞ്ഞിന് 90% പ്രശ്നമുണ്ടാകും. ജനിച്ചപ്പോഴോ ഡെങ്കിപ്പനി. എല്ലാരും വന്ന് കൈവിട്ടു. കർത്താവ് എന്റെ വിശ്വാസം തെറ്റിപ്പോയി. ലോകം മുഴുവൻ കുറ്റപ്പെടുത്തി, ശപിച്ചു, പരിഹസിച്ചു.
ഇതാ ബന്ധുക്കളുടെ ഗുണം ഇതാ. ഇതാണ് എന്റെ മകൻ. മോനെ ഇപ്പോൾ ഞാന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അങ്ങനെ ദൈവകൃപയാൽ അത്ഭുതകരമായി ദൈവം നടത്തി. ആരുമില്ലാതേക്കനാകുമ്പോൾ യേശു കൂടെ ഉണ്ടാകും. ഒന്നുമില്ലായ്മയിലും ഞാൻ നിന്നെ എല്ലാം ഉള്ളവനെപ്പോൾ നടത്തും. തെളിവാണ് ഞാൻ. ദൈവത്താൽ അസാധ്യമതൊന്നുമില്ല. സുവിശേഷയിലേക്ക് പോയി അങ്ങനെ സഭയായി എരുമേലി മുക്കള മുമ്പലാണ് ഇപ്പോൾ എരുമേലി മുക്കള നിങ്ങൾക്കുള്ളതായി പോയി ചേരപ്പാടി. അവിടുന്ന് കോഴഞ്ചേരിലേക്ക് വന്നു. കോഴഞ്ചേരിലായപ്പോഴാണ് അടുത്ത വിഷയം 2019 കോവിഡ് എനിക്കും ഭാര്യയ്ക്കും എന്റെ കുഞ്ഞു മക്കൾക്കും. ഇപ്പൊ 2024 2019 5 വർഷം മുമ്പ് അന്ന് എന്റെ കുഞ്ഞു മോള്, എന്റെ മോക്ക് 2 വയസ്സ് പോലും ആയില്ല. എന്റെ മോന് 6 വയസ്സ്. എനിക്ക് ഭാര്യയ്ക്കും കോവിഡ് വന്നു. അതുപോലെ കോവിഡിന്റെ സമയത്തെല്ലാം വാടക ഹൗസ് റൂമെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയെത്തി. പോകേണ്ട അവസ്ഥ വന്നു. അന്ന് എങ്ങോട്ട് പോകാൻ ഒരു വഴിയില്ല. അപ്പോൾ എന്റെ ഭാര്യയുടെ പിതാവ് മാതാവ് എന്നെ വിളിച്ചു, ഇങ്ങോട്ടോ ഇവിടെ വീട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ വീടാണ്, ബുദ്ധിമുട്ടാണ്, ബസ് റൂട്ടാണ്, ബസ് റൂട്ടാണ്, ചെറിയ വിലയേറിയ വസ്തുവാണിത്, വീട് നല്ല നീ വാ നമുക്ക് ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാം. ഞങ്ങൾ ദൈവത്തിനെ വന്നു. ദൈവത്തിന്റെ ഹിതമത, ദൈവഹിതം ഞാൻ തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുക. ഇവിടെ വന്നു. ഇവിടുത്തെ ഏജിയിലെ മെമ്പേഴ്സ് ആയിരുന്നു. ഏജിയിലെ സെൻട്രൽ പാസ്റ്റർ വേറെ സ്നേഹത്തോടെ സഹകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഏജിയോട് പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവകൃപയാൽ ഇവിടെ പെരിങ്കടവ മാമ്പഴക്കര 2 വർഷം മുമ്പ് ഏജിയുടെ പുതിയ പ്രവർത്തനം ആരംഭിച്ചു. ദൈവം നടത്തുന്നു അത്ഭുതങ്ങളിലൂടെ. നമ്മൾ വിശ്വസിക്കുക. ലോകം ആദ്യമേ തെമ്മാടിയാണെങ്കിൽ ദൈവം ശിക്ഷ അതൊന്ന് വിധിച്ചു. പെന്തക്കോസ്തിൽ പോയപ്പോൾ തള്ളിക്കളഞ്ഞു. വിവാഹം കഴിച്ചപ്പോൾ എല്ലാവരും പരിഹസിച്ചു. പെന്തക്കോസ്തിൽ എല്ലാ ശിക്ഷയും കിട്ടി. എല്ലാമായി ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി. പക്ഷെ ദൈവം അതെല്ലാം അനുഗ്രഹമാക്കി. ലോകത്തിൽ ഞാൻ സാക്ഷിയാണ്. എന്നുവെച്ചാൽ ഞാനിപ്പോ ആരെ കണ്ടാലും പറയും ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? തെളിവ് ഞാനാ. എന്റെ അടുക്ക് വരാൻ പറയും. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ വിശ്വാസത്താൽ മാത്രമല്ല ജീവിതം. ആരുമില്ല, എല്ലാവരും തള്ളിക്കളഞ്ഞു, ഒന്നുമില്ല. പക്ഷെ ദൈവം എന്നെ താങ്ങി നടത്തുകയാണ്. ദൈവത്തിന്റെ കൃപകളാണ്. ആയതിനാൽ ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. കേരളത്തിലേക്കും ദൈവം അനുഗ്രഹിക്കാൻ പോകുക. മരിച്ചുപോയ എന്നെ ആരോഗ്യത്തോടെ ജീവിച്ച് തളർന്നു കിടന്നു തന്നെ, പഴുത്തറിഞ്ഞു കിടന്നു തന്നെ, ഒരു അന്നത്തെ പോലെ ജീവിതം തന്നതല്ല, ജീവൻ തന്നു, ആരോഗ്യം തന്നു, ശക്തി തന്നു, സൗഖ്യം തന്നെങ്കിൽ, ദൈവത്തിന്റെ കൃപ തന്നെങ്കിൽ, ഇത് കേട്ട് വിശ്വസിക്കുന്ന നിങ്ങളുടെ മേലും അഭിഷേകം പകരാൻ പോകുക, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുക, കൃപകളാൽ നിറയ്ക്കുവാൻ പോകുക, ദൈവത്തിന്റെ സാന്നിധ്യം പകരുവാൻ പോകുക. കാരണം ദൈവം അത്ഭുതങ്ങൾ ചെയ്യുക. ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കാൻ ചെയ്യാൻ സാധിക്കും. യേശു ക്രിസ്തു പറഞ്ഞു, ലാസറെ പുറത്തു വരിക. മരിച്ചു, അടക്കപ്പെട്ടു, 4 ദിവസമായി നാറ്റം വെച്ച ലാസർ പുറത്തു വന്നെങ്കിൽ അത് യേശുവിനാൽ സാധിച്ചതാ. അത് വലിയതും എനിക്ക് ചെയ്യാൻ സാധിക്കും. കാരണം എന്താ? എന്റെ കഴിവല്ല. ദൈവം ലോകത്തിൽ ജ്ഞാനികളെ ജീവിക്കാൻ ഭോഷത്വമായതിനെ, ബലമില്ലാത്തതിനെ ആൾക്കാർ തിരഞ്ഞെടുത്തിരിക്കുകയാ. ദൈവത്തിന് ഉപയോഗിക്കുവാൻ, ഫലം കായ്ക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ഒരു അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. കണ്ണടക്കാം, പ്രാർത്ഥിക്കാം. രോഗികൾ സൗഖ്യമാകാൻ പോകുക, കഷ്ടങ്ങൾ മാറുവാൻ പോകുക, കടങ്ങൾ മാറുവാൻ പോകുക, ബന്ധനങ്ങൾ അഴിയുവാൻ പോകുക. വിശ്വസിച്ചുകൊണ്ട് കണ്ണടയ്ക്ക് നിന്റെ വേദനയുടെ ഭാഗത്ത് കൈവക്ക്. അത്ഭുതങ്ങൾ സംഭവിക്കും. സർവ്വസ്തുതികൾക്കും യോഗ്യനാകുന്ന സർവ്വശക്തനാകുന്ന ദൈവമേ, സ്വർഗസ്ഥനാകുന്ന പിതാവേ, യഥാവേ, ഈ മീഡിയയിലൂടെ ഞാൻ ഈ കാണുന്ന സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്ന കർത്താവേ, ഒരു രോഗമുള്ള ഭാഗത്ത് അത്ഭുത സൗഖ്യം ഉണ്ടാകുന്ന കർത്താവേ, എന്റെ യേശു വൈദ്യനാകുന്നു. ഗിലിയാദിലെ വൈദ്യനാകുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഗിലിയാദിലെ ഔഷധമാകുന്ന യേശു ക്രിസ്തു മുതൽ ഏൽപ്പിക്കുന്ന കർത്താവേ, രോഗികൾ സൗഖ്യമാകട്ടെ. വചനം വ്യാപരിക്കുന്ന കർത്താവേ, ലോകം വിധിച്ചു സൗഖ്യമാകില്ലെന്ന് യേശു പറയുകയാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, തന്റെ അടിപ്പിണർക്ക് സൗഖ്യമുണ്ട്. വചനം അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രതികൂല അനുഭവിക്കാനുണ്ട് കർത്താവേ, ഏൽപ്പിക്കുന്നു. എല്ലാ പ്രതികൂല ബന്ധനങ്ങളും അഴിഞ്ഞുപോയി പോകുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, യേശു കടത്താൻ ഭാരപ്പെടുന്നുണ്ട് കർത്താവേ. എല്ലാ സാമ്പത്തിക ബന്ധങ്ങളെയും
യേശുവിനെ ഏൽപ്പിക്കുന്ന കർത്താവേ, നീ എന്റെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം ചേർപ്പിക്കുന്നു. കൃപയെ നിറയുടെ കർത്താവേ, എല്ലാ കടങ്ങളും അഴിഞ്ഞുകളെ പോകുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ഇത് കേൾക്കുന്ന സകലയും അനുഗ്രഹിക്കുന്ന കർത്താവേ, ഒരു നന്മ ഉണ്ടാവണം, അനുഗ്രഹം ഉണ്ടാവണം കർത്താവേ. യേശു അത്ഭുതത്തിൽ സാക്ഷീകരിക്കുവാൻ അവസരം കൊടുത്ത് മാനിക്കണം കർത്താവേ. കൃപകളെ നിറക്കണം. ഈ TV ചാനൽ ഏൽപ്പിക്കുക കർത്താവേ, ഈ വാർത്ത ഏൽപ്പിക്കുന്നു, സകലം ഏൽപ്പിക്കുക കർത്താവേ. ഇവരെയൊക്കെ അനുഗ്രഹിച്ച് കൃപ നിറച്ച് കാത്തുനിൽക്കണം, കൃപ നിറക്കണം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ആമേൻ. പാസ്റ്ററെ, മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് അജ്ഞാത ജഡം കിടന്ന തീർന്ന സ്ഥാനത്ത് നിന്ന് ദൈവദാസനെ ഒരു ദൈവത്തിന്റെ ദാസനാക്കി ഇന്ന് കർത്താവ് ജീവനോടെ നിർത്തിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് സംസാരിക്കാൻ ശേഷിയില്ലാത്ത ദൈവദാസനെ അതിശക്തമായി സംസാരിപ്പാൻ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അനേകരുടെ നടുവിൽ ദൈവദാസനെ കർത്താവ് നിർത്തിക്കൊണ്ടിരിക്കുന്നു. കുടുംബമാക്കി കർത്താവ് തീർത്തിരിക്കുന്നു. കുടുംബത്തെ ഒന്ന് വിളിച്ചാട്ട് ഒന്ന് കാണട്ടെ. മോടെ പേരെന്തുവാ? ജോത്സ്ന. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു ജോത്സ്ന? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഇത് ജോയൽ. നേരെ ഇരുന്നിട്ട് നേരെ ഇരിക്കും മോനെ. ഓക്കെ. മോൻ ഏത് ക്ലാസ്സിലാ? സിക്സ്ത്തില്. ഓക്കെ, ഓക്കെ. എന്ത് ചെയ്യ ദേവദാസി? പ്രൈസ് ലോർഡ്. പേരെന്തുവാ സിസ്റ്ററെ? ഷീജ. ഓക്കെ. ഇപ്പൊ സിസ്റ്റർ വീട്ടിലാ താമസിക്കുന്നേ ഇല്ലേ? ഓക്കെ. അപ്പൊ അവിടെ ചർച്ച ഉണ്ടോ പാസ്റ്ററെ? ഞാൻ മാമ്പഴക്കര ഒരു വീട് വാടകയ്ക്ക് പ്രവർത്തിച്ചിരിക്കുകയാണ്. പുതിയ പ്രവർത്തനമാണ്. 1.5 വർഷം കഴിഞ്ഞു. പുതിയ പ്രവർത്തനമാണ്. വിശ്വാസികൾ ഞങ്ങളെല്ലാം 14 പേരോളം വിശ്വാസികളായി വരുന്നു. വളരെ എതിർപ്പുള്ള സ്ഥലമാണ്. വളരെയധികം എതിർപ്പുകളും പൂജകളും ബന്ധങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ദൈവത്താൽ അസാധ്യ വിശ്വാസം മുന്നോട്ട് ദൈവം നടത്തുന്നു. ഓക്കെ. ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ലല്ലോ. ദൈവദാസൻ തെളിവാണല്ലോ. അതുകൊണ്ട് പിന്നെ ഏത് സ്ഥാനത്ത് പോയി പ്രവർത്തിച്ചാലും ദൈവത്തിന്റെ കരം അവിടെ നമ്മോട് കൂടെ ഉണ്ടല്ലോ. ഓക്കെ, ഓക്കെ. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആയിരിക്കുന്ന മണ്ഡലങ്ങളില് കർത്താവ് ദൈവദാസനെ പിന്നെയും ഉപയോഗിക്കട്ടെ. അനേകർക്ക് ഒരാശ്വാസമാക്കി കർത്താവ് തീർക്കട്ടെ. ശരീരത്തെ കർത്താവ് പിന്നെയും അതിശക്തമായി ബലപ്പെടുത്തട്ടെ. ഓക്കെ പാസ്റ്ററെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഓക്കെ പാസ്റ്ററെ. ഓക്കെ. പാസ്റ്ററിന്റെ ഈ കയ്യിലപ്പം തൊട്ടാൽ അറിയത്തില്ലയോ മറ്റേ ലെഫ്റ്റ് ഹാൻഡേല്? ഇത് തന്നവർ ഈ വരലൊക്കെ അറിയാം. ബാക്കി 3 വരല് ഈ സൈഡിൽ മുറിഞ്ഞ ഈ സൈഡ് ഈ സൈഡിലുള്ള ബുദ്ധിമുട്ടാണ്. മുറിഞ്ഞങ്ങ് പോയായിരുന്നോ? അതെ, മുറിഞ്ഞ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള കുത്തിക്കൽ ഇട്ടിരുന്നതാ. ശവമായിട്ട് കുത്തിക്കൽ ഇട്ടിരുന്നു. അതുകൊണ്ട് പിന്നെ 19 വീട്ടിലെടുത്തത്. പിന്നെ 4 മാസം കഴിഞ്ഞിട്ടാണ് മിഷനുകളൊക്കെ മാറ്റും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് കട്ട് ചെയ്ത് കളയണം. എന്നാലും ചെയ്ത് കട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ വെയിൻസ് എല്ലാം അസ്ഥി മുറിഞ്ഞു പോയേക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഓക്കെ. അപ്പൊ ഈ ബോഡി ഇങ്ങനെ മുറിവേറ്റ് ഇങ്ങനെ കിടന്നതാ. അന്നേരം അവിടുന്ന് ആരോ എടുത്തോണ്ട് പോയതാ ഇല്ലയോ? രാത്രി 12 മണിക്ക് മീൻ വണ്ടിക്കാർക്ക് കിട്ടിയതാണ്. രാത്രി 12 മണിക്ക് കിട്ടി. സ്ഥലം എവിടെയായിരുന്നു പാസ്റ്റർ? പത്രത്തിലെ വാർത്ത തൃശ്ശൂർ മുളങ്കുന്നത്ത് ലെവൽ ക്രോസിന് സമീപേ വഴിയേരി കിടന്ന് മീൻ കച്ചവടങ്ങൾ കിട്ടുന്ന പത്രത്തിലെ വാർത്ത. അല്ലാതെ എനിക്കൊന്നും അറിയില്ല. പാസിനൊന്നും അറിയത്തില്ലല്ലോ. ഓക്കെ. അവര് അപ്പൊ മരിച്ചെന്നും പറഞ്ഞങ്ങ് കൊണ്ട് ഇതാക്കിയതാ. അപ്പൊ നോക്കിയപ്പോ പിന്നെ ജീവൻ ഉണ്ടായി കാണുമായിരിക്കും. അതായിരിക്കും പിന്നെ അവര് പെൻഷൻ പറ്റിയതാണ്. നമുക്ക് സംശയങ്ങൾ അങ്ങനെ വെന്റിലേറ്റർ കണക്ട് ചെയ്ത് തൃശ്ശൂരിൽ നിന്ന് കോട്ടയം വരെ, കോട്ടയം തള്ളക മാതാസ്ത്രീ എടുക്കുന്നു. പാസ്റ്റർ പറഞ്ഞല്ലോ, ടെസ്റ്റ് പണി പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ്. ഓക്കെ. ദൈവദാസനെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവമാണല്ലോ നമ്മുടെ കർത്താവ്. ദൈവദാസനെ കുറിച്ച് ദൈവത്തിന് അനേകർക്ക് ദൈവദാസനെ ഒരു ഉപയോഗമായി അനേകർക്ക് ഒരു അത്ഭുതമാക്കി കർത്താവ് പിന്നെയും തീർക്കും. അതിശക്തമായി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ പാസ്റ്ററെ, ഗോഡ് ബ്ലെസ് യു. ആമേൻ.